ഓക്കെ, അപ്പോൾ വൃത്തം എന്ന് പറയുന്ന പാഠം നമ്മൾ ആദ്യം തൊട്ടൊന്നും കൂടെ പറയുവാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഇന്ന് നമുക്ക് ആൻഷിബിനായ്ക്ക് വേണ്ടിയിട്ടും ഒന്നുകൂടെ പറയുവാണ്. ഇത് ഒരു വൃത്തമാണ്. ഈ വൃത്തത്തിൻ്റെ ഈ പോയിന്റിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ കറങ്ങി 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 ഈ വരയ്ക്കുന്നത് ഇച്ചിരി വളഞ്ഞു വളഞ്ഞാണെങ്കിലും ഈ സർക്കിളെ കൂടെ തന്നെയാണെന്ന് വിചാരിച്ചോണം കേട്ടോ. തിരിച്ചിവിടെ എത്തുന്നു. അങ്ങനെ എത്തുന്ന കോണളവ് കേട്ടോ, ഒരു വൃത്തത്തിൻ്റെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും എന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങളായിരുന്നു. ഏതൊക്കെയാ? കോണളവ്. വൃത്തത്തിൻ്റെ കോണളവ് അന്നേരം എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി വരും. പിന്നെ നമ്മൾ പഠിച്ച ആരത്തിനെ കുറിച്ചൊരു 3 കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ 3 കാര്യം നോക്കാം. ആരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരം എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തിനൊരു കേന്ദ്രം കാണും. ഈ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന നേർരേഖയെ വിളിക്കുന്ന പേരാണ് ആരം. ഒരു വൃത്തത്തിൽ ഇഷ്ടംപോലെ ആരം വരയ്ക്കാം. അതാണ് രണ്ടാമത് പറഞ്ഞ കാര്യം. ആ വരയ്ക്കുന്ന ആരങ്ങളെല്ലാം തുല്യ നീളമുള്ളവയായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ആരത്തിനെക്കുറിച്ച് അതാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചത് ഞാൺ പഠിച്ചു. ഞാണെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൃത്തത്തിലെ ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന നേർരേഖയെ വിളിക്കുന്ന പേരാണ് ഞാൺ. ആരമല്ല. ആരം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് പോകണം കേട്ടോ. കേന്ദ്രത്തിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്ന നേർരേഖയെ വിളിക്കുന്ന പേരാണ് ആരം. അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ആറെന്ന് പറയുന്ന അക്ഷരം ഉപയോഗിച്ചിട്ട്. ഇത് ഞാണിൻ്റെ വ്യത്യാസം എന്താണ്? സർക്കിളിലുള്ള ഒരു പോയിന്റിൽ നിന്നും സർക്കിളിൽ തന്നെയുള്ള വേറൊരു പോയിന്റിലേക്ക് വേണം വരയ്ക്കാൻ. എങ്കിലേ ഞാണെന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഇത് കേന്ദ്രം വരെ വരുന്നുള്ളൂ. പിടികിട്ടിയോ? ഇനി വ്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ഒരു ഞാൺ കേന്ദ്രത്തിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ അത്തരം ഞാണിനെ വിളിക്കുന്ന പേരാണ് വ്യാസം. ഇപ്പോൾ ആൻഷിബിന അല്ലേ? ഓക്കെ, ചിലപ്പം പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ആൻഷിബിന ഒറ്റ കാര്യം മാത്രം ഇന്ന് പഠിച്ചാൽ മതി. ഒരു വൃത്തത്തിന് മൊത്തം എത്ര ഡിഗ്രി ഉണ്ട്? 360 ഡിഗ്രി കോണളവുണ്ടെന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണേ, അല്ലേ എനിക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾ മനസ്സിലായോ ഇല്ലയോ എന്താണോ? ഓക്കെ ആണോ? പിന്നെ അതിനുശേഷം നമ്മൾ പിന്നെന്തുവായിരുന്നു പഠിച്ചത്? ഞാൻ എല്ലാം കൂടെ പറയാത്തത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഒന്നാമതേ മാത്സ് ഇഷ്ടമല്ല, സോഷ്യലാണ് ഇഷ്ടം. പിന്നെ നമുക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോ കാര്യം പഠിച്ചാലേ ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. ഇഷ്ടമില്ലാത്ത വിഷയമായതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പറയുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ നമുക്ക് വരേണ്ടത് മലയാളത്തിൽ നമ്മൾ ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന ഒരു അന്ന് ഞാനും അമ്മുവും കൂടി ഇരുന്ന് പഠിച്ചതിൻ്റെയാണ് ആ വീഡിയോ ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അന്ന് അതിനകത്ത് നമ്മളിങ്ങനെ ഓരോ വരിയൊക്കെ വായിച്ചിട്ട് നമുക്ക് മനസ്സിലായ അർത്ഥവും അതൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മൾ. പിന്നെ എനിക്ക് തോന്നുന്നത് അതിനകത്ത് അമ്മ വന്ന് നമ്മൾ ആസ്വാദനക്കുറിപ്പ് അതിനകത്ത് എഴുതി നോക്കിയിരുന്നോ? ഓ, അപ്പോൾ അതിൻ്റെയും ഒരു സാമ്പിൾ അതിൽ കാണും. എഴുത്തച്ഛനെ കുറിച്ചുള്ളതാണ് എഴുതിയല്ലേ? അപ്പോൾ എഴുത്തച്ഛനെ കുറിച്ചുള്ളത് എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ അതിന് മുമ്പ് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതണമെന്നും പറഞ്ഞൊരു അതിൻ്റെ രണ്ടിൻ്റെയാണ് ഞാൻ അന്ന് ഗ്രൂപ്പിൽ ഇട്ടിരുന്നത്. കണ്ടോ? ഇപ്പം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചേക്കുക, നോക്കി വെച്ചേക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു മത്സരം
നടത്താം. നല്ല ആസ്വാദനക്കുറിപ്പ് ആരുടേതാണെന്ന് നോക്കാം. ഓക്കെ. അത് എന്നിട്ട് കൂടുതൽ വോട്ട് കിട്ടുന്നവർക്ക് സമ്മാനം. ഓക്കെ. ഓക്കെ. പിന്നെ നമ്മുടെ ഉദ്ദേശം സമ്മാനം എന്നല്ല, നമ്മുടെ ഉദ്ദേശം നമുക്ക് എന്തെഴുതണം, ആസ്വാദനക്കുറിപ്പ് എഴുതണം. അത് എന്തിനെക്കുറിച്ചും നമ്മൾ എന്താണോ ആസ്വദിക്കുന്നത് അത് അത്യാവശ്യം സാഹിത്യ രൂപേണ എഴുതാൻ പറ്റണം കേട്ടോ. അത് നമ്മളിനി സിനിമയെക്കുറിച്ച് ആസ്വാദനം, നമ്മളന്ന് ആവേശം സിനിമയെക്കുറിച്ചൊരു ആസ്വാദനം പറഞ്ഞിരുന്നു അല്ലേ? അതിൻ്റെ ഒരു ഉദാഹരണം ഞാനും അമ്മുവും കൂടെ ഈ ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന പാഠം പഠിച്ച സമയത്ത് ഞങ്ങളുടെ ആ വീഡിയോ ഫുള്ള് നോക്കിയാൽ മതി. ആ വീഡിയോ ഫുള്ള് നോക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ആ പാഠത്തെക്കുറിച്ചെല്ലാം പറഞ്ഞ് എൻ്റെ ഓർമ്മയിലുള്ള കുറേ കഥയൊക്കെ ഞാൻ അമ്മുവിന് പറഞ്ഞു കൊടുത്തു. നിങ്ങളെന്തോ രാകൃഷ്ണ എന്നാണ് വിളിക്കുന്നത്? അപ്പോൾ രാകൃഷ്ണയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു എൻ്റെ മനസ്സിലുള്ള കുറേ കഥകൾ പണ്ട് ഞാൻ പഠിച്ചതായതുകൊണ്ട്. ഓക്കെ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അതിനകത്തുള്ള എല്ലാ ആൻസേഴ്സും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് പറയാൻ പറ്റി. നിങ്ങൾ ആ വീഡിയോ നോക്കിയാൽ മതി. അപ്പോൾ എന്നിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു 1-2 ചോദ്യത്തിന് മാത്രമേ പറയാനുള്ളൂ. അത് ആ പാഠത്തിൽ നിന്നും വേറെ കാര്യങ്ങൾ ചോദിച്ചാൽ, ആ പാഠവുമായിട്ട് ബന്ധമില്ലാത്ത മറ്റു കാര്യങ്ങൾ ഈ പാഠത്തെ സംബന്ധിച്ച് എങ്ങനെയുണ്ടെന്നും പറഞ്ഞാണ് ആ 2 ചോദ്യം ചോദിച്ചത്. അങ്ങനെ ആ ഒറ്റ വീഡിയോ കൊണ്ട് നമ്മൾ ആ ഫുള്ള് ചാപ്റ്റർ എന്ത് ചെയ്തു, പഠിച്ചു. അത് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ എനിക്ക് എങ്ങനെയാണോ അത്രയും ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റിയത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും അത് പറ്റണം കേട്ടോ. അതേ ഉള്ളൂ നമ്മളുടെ പഠിത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ നോട്ട് എഴുതി ചുമ്മാ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചു, അതിനകത്തൊന്നും കാര്യമില്ല. അപ്പോൾ നിങ്ങളിന്ന് പുതിയൊരാളും കൂടെ വന്നുകൊണ്ടാണ് ഞാൻ ഇന്നും മത്സരം വെക്കാത്തത്. പകരം നമുക്ക് അടുത്ത തിങ്കളാഴ്ച, ഓക്കെ, തിങ്കളാഴ്ച വൈകുന്നേരം നമുക്ക് മത്സരം തുടങ്ങാം. ഓക്കെ. അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാം. അപ്പോൾ അതിന് ഞാൻ മറുപടി ഇടാം. പിന്നെ എനിക്ക് ഒന്ന് രാകൃഷ്ണ ഒരെണ്ണം ആസ്വാദനം പണ്ട് എഴുതിയിട്ടുണ്ട്, അത് നമ്മുടെ ചാനലിൽ കാണും. ഞാനത് അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം. ഓക്കെ. അപ്പോൾ അങ്ങനെ നോക്കാം നമുക്ക്. ഓക്കെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടപ്പെട്ട സോഷ്യൽ എന്ന് പറയുന്ന സാമൂഹിക ശാസ്ത്രം അല്ലേ, സാമൂഹിക ശാസ്ത്രമാണോ സാമൂഹ്യ ശാസ്ത്രമാണോ? അത് ഇംഗ്ലീഷ്. മലയാളം 3 പേരും മലയാളം മീഡിയം ആണോ? അങ്ങനെയാണെ പറ. സാമൂഹ്യ ശാസ്ത്രം. സാമൂഹ്യ ശാസ്ത്രമാണോ സാമൂഹിക ശാസ്ത്രമാണോ? സാമൂഹ്യ. ഓക്കെ. ഈ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ അർത്ഥം എന്തുവാ? സമൂഹത്തിനെ കുറിച്ചുള്ള പഠനം. ഓക്കെ. സാമൂഹ്യ ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ പാഠം ഏതാ? വിപ്ലവങ്ങളോ? ഈ പാഠത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ, എന്നോട് പറഞ്ഞു തരണം. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഓക്കെ. അപ്പോൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഓക്കെ. ആ വിപ്ലവം എന്ന വാക്കിനെ ഞാൻ എടുക്കുവാണ്. എന്താണ് വിപ്ലവം? നിഷേധിക്കുന്ന നിലവിൽ നിലനിൽക്കുന്ന വ്യവസ്ഥയെ മാറ്റി. ഓരോരുത്തരായിട്ട് പറഞ്ഞു. ഓരോരുത്തരുടെയും ഡെല്ലോൻ ആദ്യം പറഞ്ഞോ. സ്വാതന്ത്ര്യവും അവകാശം നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥയെ മാറ്റിക്കൊണ്ട് പുതിയ ഒന്നിനെ സ്ഥാപിക്കാനാണ് സമരങ്ങൾ ശ്രമിച്ചത്. അതുകൊണ്ട് അവ വിപ്ലവങ്ങൾ എന്നറിയപ്പെടുന്നു. ഓക്കെ. അത് ഡെലോന പഠിച്ച സാധനം. ഡെലോനയ്ക്ക് മനസ്സിലായ സാധനം പറ. അതെന്നെ എനിക്ക് മനസ്സിലായി. അങ്ങനെ പറയും. ഓക്കെ. ഡെലോന. ഇനി അടുത്ത എന്താണ് നമ്മുടെ ആൻ പറയേ. എനിക്കതന്നെ മനസ്സിലായേ. അതന്നെ ഞങ്ങൾ പഠിച്ചേ. ഇത് നിങ്ങളെ പഠിച്ചതും നിങ്ങൾ പഠിച്ചതുമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ശ്രദ്ധിച്ചോണം. പഠിച്ചതും പഠിപ്പിച്ചതും.
കേട്ടോ. നിങ്ങളെ പഠിപ്പിച്ചതല്ലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നല്ലേ ഇപ്പോൾ പറഞ്ഞു. അങ്ങനെയല്ല നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മളെ പഠിപ്പിച്ചതും നമ്മൾ പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വെളിയിലിറങ്ങിയിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നമുക്കൊരു ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മളിപ്പം ഇപ്പോൾ ഒരു 4 പേരുണ്ട്. ഓക്കെ, പിടികിട്ടിയോ? നമ്മൾ 4 പേരുണ്ട്. ഈ 4 പേരിലും 2 പേര് ഒരു ഗ്രൂപ്പ്, മറ്റേ 2 പേര് വേറൊരു ഗ്രൂപ്പ്. എന്നിട്ട് ഇവർ തമ്മിൽ പരസ്പരം അടിയിടുന്നു. ഓക്കെ, പരസ്പരം അടിയിട്ട് പണങ്ങിയെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ അതിനെ വിപ്ലവം എന്ന് വിളിക്കുമോ? കലഹം കലഹം എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ആ കലഹത്തെ നിങ്ങൾ വിപ്ലവം എന്ന് വിളിക്കുമോ? ഇല്ല. അതെന്താ? അങ്ങനെയൊക്കെ അങ്ങനെ ചോദിച്ച ഉത്തരം പറയാൻ പറ്റണം. നിങ്ങൾ പറഞ്ഞു ഉണ്ടാക്കുന്നതല്ലേ ഇത്? അല്ല, ഇപ്പൊ പറഞ്ഞത് 2 പേര് തമ്മിൽ ഉണ്ടാക്കുന്നതല്ലേ? എന്നാ ആളിന്റെ എണ്ണം കൂട്ടണോ? അല്ല, വേണ്ട. 10 പേരുണ്ടെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ കലഹം എന്ന് വിളിക്കുമോ? വേണേ 100 പേരെന്നാക്കാം. അപ്പം നിങ്ങൾ കലഹം എന്നേ പറയത്തുള്ളൂ. പിന്നെ 1000 എന്ന് പറയാം. അപ്പോഴും കലഹം എന്ന് വിളിക്കുമോ? 10,000 ലക്ഷം കോടി അങ്ങനെ പറഞ്ഞു പോവാം. അന്നേരം നിങ്ങൾ എപ്പോഴാണ് ഇതിനെ വിപ്ലവം എന്ന് വിളിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ ഇതാണ്, നിങ്ങൾ പഠിച്ചതും പറഞ്ഞതും ഇതാണ്. നിലവിലുള്ള വ്യവസ്ഥിതിക്ക് അല്ലേ മാറ്റി, നിലവിലുള്ള വ്യവസ്ഥിതിയെ മാറ്റി പുതിയൊരു വ്യവസ്ഥിതി കൊണ്ടുവരുമ്പോൾ അവിടെ എന്ത് നടന്നു എന്നാ നിങ്ങൾ പറഞ്ഞേ? വിപ്ലവം നടന്നു എന്നാ പറഞ്ഞേ. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. നിലവിലുള്ള ഒരു വ്യവസ്ഥിതി, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ നാളെ രാവിലെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി പോകാൻ പറയും. എന്നിട്ട് ഞാനും എൻ്റെ വീട്ടുകാരും കൂടെ അവിടെ കയറി താമസിക്കുന്നു. അതായത് നിങ്ങളുടെ വീട്ടിൽ നിലനിന്നിരുന്ന ആ വ്യവസ്ഥിതിയെ എടുത്ത് പുറത്തിട്ടിട്ട് ഞാനെന്ന് പറയുന്ന വ്യവസ്ഥിതിയെ എടുത്ത് അകത്ത് വെച്ചു. അപ്പോൾ അവിടെ എന്ത് നടക്കും? നിങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് കലഹം നടക്കത്തില്ലേ? വിപ്ലവം നടക്കത്തില്ലേ? അപ്പം വിപ്ലവം എന്തുവാ? വിപ്ലവവും ഏകദേശം ഒരു കലഹവും തന്നെയല്ലേ? ആളിൻ്റെ എണ്ണം കുറഞ്ഞതുകൊണ്ട് നിങ്ങൾ കലഹം എന്ന് വിളിച്ചു. ആളിൻ്റെ എണ്ണം കൂടിയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? വിപ്ലവം എന്ന് പറഞ്ഞു. പിടികിട്ടിയോ എന്താണ് വിപ്ലവം കൊണ്ട് ഉദ്ദേശിച്ചത്? അപ്പോൾ ഇനി നിങ്ങൾ പഠിച്ചതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇനി ഞാൻ പറയട്ടെ. അതായത് ഇങ്ങനെ ഞാൻ 1000 പറഞ്ഞു, 10,000 പറഞ്ഞു, അങ്ങനെ പോയി. ഓക്കെ, ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ പറയുവാണ്, ഇവിടെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഈ ഒരു കൂട്ടം ആൾക്കാർക്ക് ഇടയിലേക്ക് അവർ സാമൂഹ്യപരമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് തടസ്സമാകുന്ന രീതിയിൽ ഒരു പുറത്തു നിന്ന് കുറച്ച് പേരെന്ത് ചെയ്യുന്നു? വേറെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ഈ ഗ്രൂപ്പിലേക്ക് വരുന്നു. അപ്പോൾ ഈ പറയുന്ന പഴയ ഗ്രൂപ്പിലുണ്ടല്ലോ ഈ 100 പേരുണ്ടല്ലോ, ഈ 100 പേർക്ക് ഈ 100 പേര് കൊണ്ടുവന്ന ആ പുതിയ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല? ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് അതിനോട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല അല്ലേ? അങ്ങനെ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യും? അവർ പരസ്പരം എന്ത് ചെയ്യാൻ തുടങ്ങും? കലഹിക്കാൻ തുടങ്ങും. ശരിയല്ലേ? പറഞ്ഞ പിടികിട്ടിയോ? അപ്പോൾ അങ്ങനെ കലഹിച്ച് അത് വലിയൊരു വഴക്കിലേക്കോ യുദ്ധത്തിലേക്കോ ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വിപ്ലവം എന്ന് വിളിക്കാം. നിങ്ങൾ പറഞ്ഞ ആൻസർ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞ കേട്ടോ. പിടികിട്ടിയോ? അപ്പോൾ വിപ്ലവത്തെ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ രീതി പറയാമോ? ഞാൻ പറഞ്ഞ എങ്ങനെയാണ്? ഒരു കൂട്ടം ആൾക്കാർ ഒരു സ്ഥലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്ഥലത്തേക്ക് പുറത്തു നിന്നോ അല്ലെങ്കിൽ അതിനകത്തുള്ള ആൾക്കാരോ, അങ്ങനെയും പറയാം. ശരിയല്ലേ? അതിനകത്തുള്ള ആൾക്കാർ തമ്മിൽ പരസ്പരം വഴക്കിട്ടൂടെ?
ഇടാം. അപ്പം ഒന്നെങ്കിൽ പുറത്തു നിന്നുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഉള്ള ആൾക്കാരോ ആ കൂട്ടത്തിലുള്ള ഭൂരിപക്ഷം ആൾക്കാർക്ക് എന്തുണ്ടാക്കുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉറപ്പായും എന്ത് നടക്കും? വിപ്ലവം നടക്കും. പിടികിട്ടിയോ? പിടികിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ എൻ്റെ ആൻസറാ, നിങ്ങൾ പറഞ്ഞ ആൻസറല്ല. ശരിയല്ലേ? നിങ്ങൾ പഠിച്ച് എന്നോട് പറഞ്ഞ സാധനം നിങ്ങളുടെ ടീച്ചർ പഠിപ്പിച്ചതോ പുസ്തകത്തിലുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ശരിയല്ലേ? അപ്പോൾ ടീച്ചറിൻ്റെ ആൻസർ പറഞ്ഞു, ഞാൻ എൻ്റെ ആൻസർ പറഞ്ഞു. ആ പുസ്തകം എഴുതിയ ആൾക്കാർ അവരുടെ ആൻസറാണ് പുസ്തകത്തിൽ എഴുതി വച്ചേക്കുന്നത്. ഇനി നിങ്ങൾ 3 പേർക്കും നിങ്ങളുടേതായിട്ടുള്ള വിപ്ലവത്തിൻ്റെ ആൻസർ പറയണം. അവിടെയാണ് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യേണ്ടത്? പഠിക്കുന്നത്. അല്ലാതുള്ളത് നിങ്ങളുടെ ടീച്ചറോ അല്ലെങ്കിൽ നിങ്ങളുടെ പുസ്തകമോ നിങ്ങളെ പഠിപ്പിച്ചത് മാത്രമേ നിങ്ങൾ പഠിച്ചുള്ളൂ. ഇങ്ങനെ പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വിപ്ലവം എന്ന് പറയുന്ന സാധനം നിങ്ങൾ മറന്നു പോകത്തില്ല. പിടികിട്ടിയോ? അപ്പോൾ ആ പാഠം നമ്മൾ എന്ത് ചെയ്യേണ്ടിയേ വരത്തില്ല, നോട്ട് എഴുതി വെച്ച് പഠിക്കുകയേ വേണ്ടി വരത്തില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പറ്റുമെങ്കിൽ നമുക്ക് ഇന്ന് വിപ്ലവം എന്ന് പറയുന്ന പാഠം തീർത്ത് നോക്കാം. ഞാൻ ആ പുസ്തകം എടുക്കുവാണേ. നമുക്ക് നോക്കാം, പരീക്ഷിച്ച് നോക്കാം നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള സാധനം. സോഷ്യൽ സയൻസ് അല്ലേ? പുസ്തകം എല്ലാവരും എടുത്ത് വെച്ചോണേ കയ്യിൽ. ഞാൻ സയൻസ്. ഇനി നമ്മൾ താഴോട്ട് വരുമ്പോൾ താണ്ട് ഇവിടെയാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഓക്കെ അല്ലേ? ആദ്യം ഞാൻ കുറച്ച് വായിക്കാം. കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള വരികൾ രേഖപ്പെടുത്തിയ ഫലകമാണ് ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫലകമൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിയല്ലേ? കാണാവോ? ആ ഫലകത്തിനകത്തൊരു ക്ലോക്കുണ്ട്. ഈ ക്ലോക്കിൽ എഴുതി വെച്ചേക്കുന്ന നമ്പർ കണ്ടോ? അത് 1 2 3 4 ആണ് കേട്ടോ. അതായത് മലയാളത്തിൽ നമ്മൾ 1 2 3 4 എന്ന് എഴുതത്തില്ലേ? കണ്ടിങ്ങനെ. അതായത് അതിങ്ങനെയാണ് എഴുതുന്നത്. 1 2. ഞാൻ പണ്ട് എഴുതാൻ അറിയാമായിരുന്നു, മറന്നുപോയി. കണ്ടോ? അത് 1 2 3 4 10 വരെയാണേ. അറിയത്തില്ലെങ്കിൽ അത് നോക്കി വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഒരു ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള വരികൾ രേഖപ്പെടുത്തിയ ഫലകമാണ് ചിത്രത്തിൽ കാണുന്നത്. മനുഷ്യ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈ വരികൾ ഓർമ്മപ്പെടുത്തുന്നു. നാം ഓരോരുത്തരും നിത്യജീവിതത്തിൽ എന്തെല്ലാം സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നേ? ഇപ്പോൾ ഈ ക്ലാസ്സിൽ കയറിയിരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലേ? എന്തോ കേട്ടില്ല? സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, റോഡിൽ കൂടെ നടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം, സിനിമ കാണാൻ പോകാനുള്ള സ്വാതന്ത്ര്യം, അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, വല്ലതും കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാനുള്ള സ്വാതന്ത്ര്യം, ആളുകളോട് എന്താണ് വഴക്കിടാനോ? ഓക്കെ, വഴക്കിടുക എന്നുള്ളതൊരു സ്വാതന്ത്ര്യത്തിൻ്റെ കടന്നുകയറ്റമാണ്. അതുകൊണ്ടാണല്ലോ നമ്മളതിനെ വിപ്ലവം എന്ന് വിളിച്ചത്. ഓക്കെ. അപ്പോൾ എല്ലായിടത്തും എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നോ? നിങ്ങൾക്ക് അങ്ങനെ ലഭിക്കാത്ത എന്തെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടോ? എന്നാ ഉണ്ട്. നിങ്ങളോട് ടീച്ചർ എന്തോ പറയുന്നേ? ടീച്ചർ തരുന്ന നോട്ട് തന്നെ പഠിച്ചുകൊണ്ട് ചെല്ലണമെന്ന് പറയും. അപ്പം നിങ്ങളുടെ സ്വന്തം ആശയം ആൻസറാക്കി എഴുതാൻ നിങ്ങൾക്ക് എന്തില്ല? സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിന് തുല്യമല്ലേ അത്? യെസ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പഠിക്കരുത് എന്ന് പറഞ്ഞത്. പല നാട്ടിലും സാധാരണക്കാർക്ക് നാം ഇന്ന് അനുഭവിക്കുന്ന പോലുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. ഓക്കെ. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് അത് നേടിയെടുക്കാൻ സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. അപ്പോൾ സമരമാർഗങ്ങളെയാണ്, അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയാണ് നമ്മൾ ഈ വിപ്ലവം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിടികിട്ടിയോ? നമുക്കുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കുറേയൊക്കെ പറഞ്ഞു നോക്കും, പിന്നെ കുറേയൊക്കെ ചൂടായി നോക്കും, അല്ലേ?
ആ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടാൻ തുടങ്ങും. അങ്ങനെ 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 അത് വലിയ വിപ്ലവങ്ങളിലേക്ക് പോകും. അപ്പോൾ വിപ്ലവം എന്തോന്ന് പഠിച്ചേ? ഉം. ചിലർ സമരത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരെ കണ്ടിട്ടില്ലേ, സമരത്തിന് പകരം അവർ അവിടെ പോയി നിരാഹാര സത്യാഗ്രഹമൊക്കെ ഇരിക്കും. കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ളവരെ? ആ. ഇപ്പോൾ ഇപ്പം വേണേൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നേ. നിങ്ങൾ നേരെ സ്കൂളിൽ ചെല്ലുക, ക്ലാസ്സിലിരിക്കുക, ഉച്ചയ്ക്ക് കഴിക്കാതെ ഇരിക്കുക, എന്നിട്ട് പറയുക ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സ്വന്തം നോട്ട് എഴുതാൻ പറ്റണം, അല്ലാതെ ടീച്ചർ തരുന്ന എല്ലാ നോട്ടും പോയി വീട്ടിൽ കുത്തിയിരുന്ന് എഴുതി 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 ഞങ്ങളുടെ സമയം പോവുക. ഞങ്ങൾക്ക് സിനിമ കാണണം, പാട്ട് പാട്ട് കേൾക്കണം, സിനിമ കാണണം, ഡാൻസ് കളിക്കണം, അങ്ങനെ ഇഷ്ടംപോലെ കാര്യം ചെയ്യാനില്ലേ നമുക്ക്? എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഓക്കെ. അപ്പോൾ ചിലർ സമര മാർഗത്തിന് മാർഗം തിരഞ്ഞെടുത്തു. അപ്പം നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം തരണമെന്നും പറഞ്ഞ് നിങ്ങൾ ഉച്ചയ്ക്ക് അവിടെ കഴിക്കാതിരിക്കുന്നു. അത് ആരെയും ശല്യപ്പെടുത്തുന്നില്ല. പോയി ടീച്ചറിനെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ ടീച്ചറിനോട് എന്താ ഡസ്റ്ററൊക്കെ എടുത്തെറിയുകയോ അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മൾ ചെയ്തത്. നമ്മളവിടെ പോയി മിണ്ടാതിരുന്നു. ടീച്ചർ എനിക്ക് ഈ കാര്യം സ്വാതന്ത്ര്യം തന്നാലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ ഫുഡ് കഴിക്കത്തുള്ളൂ എന്നും പറഞ്ഞ് അവിടെ സമരം ചെയ്യുന്നു. അതിനെ നമുക്ക് സമര മാർഗം എന്ന് വിളിക്കാം. പിടികിട്ടിയോ? ആർക്കും ശല്യമില്ലാതെ നമ്മൾ സമരം നടത്തുന്നത്. ക്ലിയർ ആണോ അത്? സമരം. ഓക്കെ. അതെ. ഇനി മറ്റു ചിലർ സായുധ സമരത്തിൻ്റെ പാത സ്വീകരിച്ചു. അതെന്തുമായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണമെന്നില്ലേ? ഇല്ലേ? സായുധ സമരം എന്താണെന്നറിയോ? ഇല്ല. അപ്പം ഈ സമരം എന്താണെന്ന് മനസ്സിലായല്ലോ. ആരെയും ശല്യപ്പെടുത്താതെ അല്ലെങ്കിൽ ആർക്കും ദ്രോഹം ഉണ്ടാക്കാത്ത രീതിയിലുള്ള സമരം. അങ്ങനെയാണെങ്കിൽ സായുധ സമരം എന്തായിരിക്കും? നിങ്ങൾ കണ്ടിട്ടില്ലേ എല്ലാവർക്കും ഈ ശല്യമില്ലാത്ത. എല്ലാവരെയും ശല്യപ്പെടുത്തിക്കൊണ്ടുള്ള സമരം? കണ്ടിട്ടില്ലേ? ബസ്സിനൊക്കെ കല്ലെറിയുക, വണ്ടി അടിച്ച് പൊട്ടിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സമരങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അത്തരം സമരം. ഓക്കെ. അടുത്ത, സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഇതാണ് നിങ്ങൾ വിപ്ലവം എന്ന് പഠിച്ചു വെച്ച സാധനം അല്ലേ? സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന. അത് ടീച്ചർ പറഞ്ഞു തന്നല്ല, ടെസ്റ്റിൽ അടയാളപ്പെടുത്തുന്നത്. ഇത് തന്നെയല്ലേ ടീച്ചറും പറഞ്ഞു തന്നെ? ടെസ്റ്റിൽ അടയാളപ്പെടുത്തി തന്നു. കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തൊക്കെയോ പറഞ്ഞേ. എന്നിട്ട് ഇത് എഴുതിക്കോളും പറഞ്ഞു, വീട്ടിലേക്ക് ഇത് പഠിക്കാനും പറഞ്ഞു. അപ്പം നമ്മൾ പഠിക്കേണ്ടത് അത് തന്നെ പഠിക്കണമെന്നുണ്ടോ? നിർബന്ധമുണ്ടോ? ഇല്ല. നിർബന്ധം ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്, അതായത് നമ്മളൊരു സ്റ്റുഡൻറ്റ്, ഒരു വിദ്യാർത്ഥി എന്ന നിലയിലുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന ഒന്നാണ്. അങ്ങനെ ടീച്ചർ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഉത്തരങ്ങൾ എഴുതാം. ഇതിനകത്തുള്ള അതേ സെൻറ്റൻസ് എഴുതി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മൾ പറയുന്നത് എന്തായിരിക്കണം? എഴുതി വെക്കുമ്പോ അങ്ങനെ എഴുതി വെക്കും, പക്ഷെ പഠിക്കുമ്പോ വേറെ രീതിയിലാവും. അങ്ങനല്ല, എഴുതി വെക്കുമ്പോൾ അങ്ങനെ തന്നെ എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് കുത്തിയിരുന്ന് ഈ സെൻറ്റൻസ് എല്ലാം കാണാതെ പഠിച്ചു വെക്കണ്ടേ? ഇല്ല, ഞാൻ അങ്ങനെയല്ല. ഞാൻ എഴുതി വെക്കും, പക്ഷെ എന്റെ രീതിയിൽ പഠിക്കും. നമുക്ക് മനസ്സിലായതായിട്ടാ ഞങ്ങൾ പഠിക്കുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെ മതി. ആ മനസ്സിലായത് അതേപോലെ എഴുതാനും പഠിക്കണം. അല്ലാതെ ഞാൻ മനസ്സിലാക്കി വെച്ചത് ഇങ്ങനെയാണ്, പക്ഷെ ഞാൻ എഴുതുമ്പോൾ പുസ്തകത്തിലെ കൂട്ടേ എഴുതത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ എഴുത്ത് വരുന്നില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ എഴുത്ത് വരണ്ടേ? നിങ്ങളും എഴുതണ്ടേ? നിങ്ങളും പാഠപുസ്തകമൊക്കെ എഴുതണ്ടേ? വേണ്ടേ? എഴുതണം. ഇത് ഈ പുസ്തകം തനിയെ ഇരുന്ന് എഴുതിയതല്ലല്ലോ, വേറെ ടീച്ചർമാരൊക്കെ ഇരുന്ന് എഴുതിയതല്ലേ? അല്ലേ? അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണ്ടേ? അപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് അവ വിപ്ലവങ്ങൾ എന്നറിയപ്പെട്ടു. ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം നവോത്ഥാനമാണ്. അപ്പോൾ എന്താണ് നവോത്ഥാനം? അത് പറഞ്ഞെന്നോ നവോത്ഥാനം? അപ്പോൾ നിങ്ങളൊരു പേപ്പറും പേനയും എടുത്ത് കൈ വെച്ചോണം കേട്ടോ. എന്താണ് നവോത്ഥാനം? എഴുതിക്കോ. ടീച്ചറിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കണം. നിങ്ങൾ ചോദിക്കുന്നില്ല എങ്കിൽ നിങ്ങളത് പഠിക്കുന്നില്ല എന്നർത്ഥം. നേരം പറഞ്ഞു തന്നെങ്കിൽ പിന്നെ ഇപ്പം പറയണ്ടേ? നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ അത് പിന്നെന്ത് ചെയ്യാൻ പോകരുത്, മറന്നു പോകാതിരിക്കാൻ സമ്മതിക്കരുത് കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒരു കാര്യം പഠിച്ചാൽ അത് മാക്സിമം മറക്കാതിരിക്കാൻ ശ്രമിക്കുക, പുതിയത് പഠിച്ചില്ലെങ്കിലും കേട്ടോ.
പുതുതായിട്ട് നിങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പഠിച്ച സാധനം എന്ത് ചെയ്യാൻ വിടരുത്, മറന്നു പോകാൻ മറക്കുന്നു. പുതിയതായിട്ടൊന്നും പഠിച്ചില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് നവോത്ഥാനം എന്താണെന്ന് അറിയത്തില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നവോത്ഥാനം അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അയ്യോ, ആരെങ്കിലും ഒന്ന് പറയും. പഠിക്കണം. പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം അറിഞ്ഞാലല്ലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അറിയണം. അപ്പോൾ അറിയണം. അപ്പോൾ അറിയാൻ ശ്രമിക്കണം. അറിയാൻ ശ്രമിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിലുള്ള സോഴ്സുകൾ ഉപയോഗിച്ചിട്ട് മാക്സിമം അറിയാൻ ശ്രമിക്കുക. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ മാത്രമേ മറ്റൊരാളുടെ സഹായം തേടാൻ പോകാവുള്ളൂ. അത് ടീച്ചറായാലും ശരി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ തന്നെ ഒന്ന് നോക്കാം. റിനൈസൻസ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷ് വാക്ക് അല്ലേ? കണ്ടോ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ. വാട്സപ്പ് എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ വാട്സപ്പിനോട് ചോദിക്കുവാണ്, എനിക്ക് റിനൈസൻസ് ഒന്ന് പറഞ്ഞുതരാം. കാണാമോ നിങ്ങൾക്ക് ഈ വാട്സപ്പ് സ്ക്രീൻ? ഓക്കെ, അപ്പോൾ ഞാൻ ഈ വാട്സപ്പിനോട് ഇനി ചോദിക്കാൻ പോവാണേ, എന്താണ് റിനൈസൻസ്? അപ്പോൾ എനിക്ക് വാട്സപ്പ് പറഞ്ഞു തരും. നോക്കിക്കോണേ, അതിനകത്തൊരു നീല വളയമുണ്ട്, കണ്ടോ? കാണാവോ? അപ്പോൾ ഞാൻ നോക്കാം. ഈ നീല വളയം എടുക്കുന്നു. ഞാൻ ചോദിക്കാൻ പോവാണ്, ഐ ആം എ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ്. ഓക്കെ, കണ്ടോ? കാണാവോ ഞാൻ ടൈപ്പ് ചെയ്യുന്നത്? ഞാനൊരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പ്ലീസ് എക്സ്പ്ലെയിൻ റിനൈസൻസ്. റിനൈസൻസിൻ്റെ സ്പെല്ലിംഗ് എന്തോ? RENAISSANCE ആണോ? INCE അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? എന്നിട്ട് ഞാൻ എൻ്റർ അടിക്കുന്നു. കാണാമല്ലോ എല്ലാവർക്കും അല്ലേ? റിനൈസൻസ്. ഓക്കെ, ഞാൻ റിനൈസൻസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, റിനൈസൻസ് വാസ് എ ടൈം ഓഫ് ഗ്രേറ്റ് കൾച്ചറൽ ആൻഡ് ആർട്ടിസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ ഇൻ യൂറോപ്പ് spanning from 14th to 17th century. The term Renaissance comes from the French meaning rebirth or renewal. എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായില്ല? നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാറില്ലേ? അത് ഞാനല്ല പറഞ്ഞേ, ഏത്? ഇപ്പൊ പറഞ്ഞതേ. ഇംഗ്ലീഷ് വായിക്കാനും മനസ്സിലാക്കാനും അറിയത്തില്ലേ? പാടുണ്ടോ? പാടുള്ളവരൊക്കെ ഓക്കെ, പാടുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പഠിച്ച് മാറ്റാം. അതിന് പേടിക്കൊന്നും വേണ്ട കേട്ടോ. അതിനൊക്കെ നമുക്ക് സൗകര്യങ്ങളൊരുക്കാം, കുഴപ്പമില്ല. റിനൈസൻസ് വാസ് എ ടൈം ഓഫ് ഗ്രേറ്റ് കൾച്ചറൽ ആൻഡ് ആർട്ടിസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ. ഇവിടുത്തെ വാക്ക്, ഈ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള വാക്ക് എടുക്കുക. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിൽ നിന്ന് ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ നിന്നും വേറൊരവസ്ഥയിലേക്ക്, കേട്ടോ? അങ്ങനെയുള്ള ആ മാറ്റത്തിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് എന്തോന്ന്? ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്ന് പറയുന്ന പോലൊരു വാക്കാണ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇവിടെ കൾച്ചറൽ ആർട്ടിസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ ഇൻ യൂറോപ്പ്, അതായത് യൂറോപ്പിൽ നടന്നിട്ടുള്ള കൾച്ചറൽ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? നമ്മുടെ കൾച്ചർ എന്നൊക്കെ പറയത്തില്ലേ? പറഞ്ഞോ. മാറ്റോ? കൾച്ചർ എന്ന് പറഞ്ഞാൽ മാറ്റമല്ല. ഞാനും മറന്നു. നമ്മൾ ഈ ഓണത്തിന് എന്താണ് സെറ്റ് സാരിയൊക്കെ എടുത്ത് പോത്തില്ലേ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ എടുത്ത് പോത്തില്ല? അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ?
ഓണത്തിന് സദ്യ കഴിക്കത്തില്ലേ വീട്ടിൽ? ഓണത്തിന് സദ്യ കഴിക്കുന്നത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. വായില വാക്കും വരുന്നില്ല. ഓക്കെ, പാരമ്പര്യം അല്ലെങ്കിൽ പാരമ്പര്യം പറയാം കേട്ടോ. നമ്മൾ ജീവിച്ചു വരുന്ന ആ ഒരു ചുറ്റുപാടിലുള്ള ഒരു സാമൂഹിക രീതി കേട്ടോ, അത് അങ്ങനെയൊക്കെ അതിനെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ റിനൈസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വാക്ക് വന്നതുണ്ടോ? റീബർത്ത്, വീണ്ടും ജനിക്കുക, റിന്യൂവൽ, പുതുക്കുക കേട്ടോ. അപ്പോൾ ആ വാക്കുകളിൽ നിന്നാണ് ആ റിനൈസൻസ് എന്ന പദം വന്നത്. അപ്പോൾ നമ്മളിവിടെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. അവിടെ കുറേ ആൾക്കാർ ഏതൊക്കെയോ രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ആൾക്കാർ തന്നെ മാറി 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 വേറെ രീതിയിലേക്ക് അവരുടെ ജീവിത രീതി കൊണ്ടുവന്നു. കിട്ടിയോ? ഒരു ജീവിത രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നവർ മാറി മാറി മറ്റൊരു ജീവിത രീതിയിലേക്ക് മാറ്റി. അതിനെയാണ് എന്തോന്ന് സൂചിപ്പിക്കുന്നത്? റിനൈസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. പിടികിട്ടിയോ? നമ്മുടെയും ഇവിടെ നവോത്ഥാന നായകന്മാരൊക്കെ ഉണ്ട്. ശ്രീനാരായണ ഗുരു, ഈ കുമാരനാശാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ കാലങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന കുറേ ആൾക്കാരുടെ പേരും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അവരൊക്കെ ഏകദേശം എന്താണ്? നവോത്ഥാന നായകന്മാരാണ്. പിടികിട്ടിയോ? അതായത് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്ന ആ ജീവിത രീതിയെ കുറച്ചും കൂടി മെച്ചപ്പെട്ട ജീവിത രീതിയിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണെന്തോന്ന്? നവോത്ഥാനം. ഇനി ഇതൊന്നും മറക്കല്ലേ, നമ്മൾ ഈ പേജ് വിടുക. ഈ പേജിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? വിപ്ലവം എന്താണെന്ന് പഠിച്ചു. എഴുതിക്കോണേ, വിപ്ലവം. ഇനി അത് നമ്മളിനി തൊടുന്നേയില്ല. എന്താണ് വിപ്ലവം എന്നുള്ളത് അറിയാമല്ലോ. പുസ്തകത്തിലുള്ളത് മാത്രം പറയരുത്. നിങ്ങൾ നിങ്ങളുടെ ഉത്തരങ്ങളാണ് എനിക്ക് വേണ്ടത്. ഞാൻ എൻ്റെ ഉത്തരം പറഞ്ഞു. ഒരു കൂട്ടം ജനത ഒരു സാഹചര്യത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സാഹചര്യത്തിന് തടസ്സം നിൽക്കുന്നതോ അല്ലെങ്കിൽ പ്രതികൂലമായ പ്രവർത്തിക്കുന്നതോ ആയിട്ടുള്ള ആൾക്കാരോ സംഭവങ്ങളോ നടന്നു കഴിഞ്ഞാൽ ഇവർ അതിനെതിരെ പ്രതികരിക്കുന്നു. ഓക്കെ, ഈ പ്രതികരണത്തെ നമുക്ക് എന്ത് വിളിക്കാം? വിപ്ലവം എന്ന് വിളിക്കാം. അതെൻ്റെ മാത്രം ആൻസറാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കണം. പിടികിട്ടിയോ? ഞാൻ ഈ പറഞ്ഞ ആൻസറൊക്കെ ഞാൻ ചിലപ്പോൾ മറന്നു പോകും. കാരണം നമ്മളിത് ഓർത്ത് വെക്കുമല്ല, പഠിച്ചു വെക്കുമല്ല. നമുക്ക് ആശയം മനസ്സിലായി. എന്താണ് വിപ്ലവം? അവിടെ നടക്കുന്ന വഴക്ക് അല്ലെങ്കിൽ കലഹം, ശരിയല്ലേ? അവിടെ കുറേ ആൾക്കാർ വേറെ കുറേ ആൾക്കാരുമായിട്ട് നടന്ന ആ കലഹത്തെയാണ് നമ്മൾ ഈ വിപ്ലവം എന്ന് വിളിച്ചത്. അവിടെ ആളിൻ്റെ എണ്ണം കൂടുതലാകുമ്പോഴാണ് നമ്മൾ വലിയ രീതിയിൽ അതിനെ വിപ്ലവം എന്ന് വിളിക്കുന്നത്. പിടികിട്ടിയോ? അല്ലാതെ രണ്ട് പേര് തമ്മിൽ വഴക്കിട്ടാൽ നമ്മളെന്തോ അവർ വഴക്കിട്ടെന്നേ പറയത്തുള്ളൂ, ശരിയല്ലേ? അതേസമയം ആളിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അങ്ങനെ ഒരു രാജ്യത്തോ അല്ലെങ്കിൽ വലിയൊരു സമൂഹത്തിലോ വഴക്കുകൾ നടക്കുമ്പോഴാണ് നമ്മളതിനെ എന്തിലേക്ക് മാറ്റി പറയുന്നത്? വിപ്ലവം എന്ന് പറയുന്നത്. അത്രയും സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏതോ ഒരു കൂട്ടം ഒരു സമൂഹത്തിൽ ആ സമൂഹത്തിന് ജീവിത രീതിക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്, ശരിയല്ലേ? അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ അവിടെ നടന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? തിരിച്ചു പ്രതികരിച്ചു. ഈ പ്രതികരണത്തെയാണ് അല്ലെങ്കിൽ ഈ പ്രതികരണമാണ് എന്തിലേക്ക് നയിക്കുന്നത്? വിപ്ലവത്തിലേക്ക് നയിച്ചതെന്നുള്ള സിമ്പിളായിട്ടുള്ള ആൻസർ നിങ്ങൾ മനസ്സിൽ വെച്ചോളുക. ഓക്കെ. ഇനി നമ്മൾ പഠിച്ചത് നവോത്ഥാനമാണ്. ഓക്കെ, നവോത്ഥാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വിപ്ലവത്തെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഇപ്പോൾ നമ്മൾ 4 പേരുണ്ട്. ഓക്കെ, ഈ 4 പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു. ഓക്കെ, ഇപ്പം എന്നും നമ്മൾക്ക് അടിയിട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ 2 ചാൻസാണ് ഉള്ളത്. ഇപ്പം നമ്മൾ 2 പേരുണ്ട്, അപ്പുറത്തിന് 2 പേരുണ്ട്. ഓക്കെ, നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നു. ഇതിനകത്ത് ഒന്നെങ്കിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും, ശരിയല്ലേ? ഒരു ചാൻസാണ്. ഒരാൾ ജയിച്ചു, ഒരു ഗ്രൂപ്പ് ജയിച്ചു. ആ ഗ്രൂപ്പുകാർ പറയുന്നതായിരിക്കും പിന്നെ ഈ 4 പേരും
അനുസരിക്കേണ്ടത്. ശരിയല്ലേ? കാരണം ഇവർ തോറ്റുപോയില്ലേ. ഞാൻ പറഞ്ഞ പിടി കിട്ടുന്നുണ്ടോ? മനസ്സിലായില്ലെങ്കിൽ പറയണേ. അതായത് നമ്മൾ 4 പേരും കൂടെ 2 ഗ്രൂപ്പായിട്ട് മാറി. ഓക്കെ. എന്നിട്ട് നമ്മൾ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു, പരസ്പരം വഴക്കായിരുന്നു ഈ 2 ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനകത്ത് ഈ വഴക്കിനകത്ത് ഒരു ഗ്രൂപ്പ് ജയിച്ചു, പിടികിട്ടിയോ? എന്നിട്ട് അങ്ങനെ ഈ ഗ്രൂപ്പാണ് ജയിക്കുന്നതെങ്കിൽ പിന്നെ ഈ പറയുന്ന മറ്റേ തോറ്റ ഗ്രൂപ്പും നമ്മൾ പറയുന്നത് കേൾക്കേണ്ടി വരും. പിടികിട്ടിയോ? അതാണ് ഒരു രീതി. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സമൂഹത്തിൽ ഒരു വിപ്ലവം നടക്കുന്നു, ശരിയല്ലേ? ഒരു വിപ്ലവം നടക്കുന്നു. ആ വിപ്ലവത്തിൽ ആരെങ്കിലും ഒരു ആൾ ജയിക്കണമല്ലോ. അപ്പോൾ ആ ജയിക്കുന്ന ആൾക്കാർ പറയുന്നതായിരിക്കും പിന്നീട് ബാക്കിയുള്ള ആളുകളും അനുസരിക്കേണ്ടി വരിക. ശരിയല്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ പറയുക. ഇവിടെ വീണ്ടും നമ്മൾ പരസ്പരം വഴക്കിടുന്നു, എന്നിട്ട് നമ്മൾ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കുന്നു. അതായത് പരസ്പരം ആരും ജയിച്ചില്ല, പക്ഷെ കോംപ്രമൈസാണ്. നമ്മൾ ഈ 4 പേരും കൂടെ കൂടിയിരുന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് റെഡിയാക്കും. എന്നിട്ട് പരസ്പരം പറയും, ഇത് പരസ്പരം അംഗീകരിച്ച് കഴിഞ്ഞാൽ പരസ്പരം ഉള്ള വഴക്ക് ഒഴിവാക്കാം. അങ്ങനെ അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒരു ഉടമ്പടിയിലെത്തുന്നു, ഒരു കരാറിലെത്തുന്നു. കണ്ടോ? രണ്ട് രീതിയുണ്ട്. ശരിയല്ലേ? 2 രീതി മനസ്സിലായോ? ഓക്കെ. രാകൃഷ്ണയുണ്ട്, രാകൃഷ്ണയുടെ അനിയത്തിയുണ്ട്. ഇവർ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. അപ്പോൾ ഈ വഴക്കിടുന്ന കണ്ടുകൊണ്ട് അവരുടെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, 2 പേർക്കും ഓരോ മുട്ടായി വാങ്ങിച്ചു തരാം, നിങ്ങൾ വഴക്കിട് നിർത്തൂ എന്ന് പറഞ്ഞു. അതാണ് കോംപ്രമൈസ്. പിടികിട്ടിയോ കോംപ്രമൈസ് എന്താന്ന്? ഓക്കെ. അതേസമയം രാകൃഷ്ണയുടെ അനിയത്തിയും കൂടെ വഴക്കിടുന്നു, രാകൃഷ്ണ ജയിക്കുന്നു. അവസാനം രാകൃഷ്ണ പറയുന്നത് അനിയത്തി കേൾക്കേണ്ടി വരുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ സിറ്റുവേഷൻ. 2 സിറ്റുവേഷൻ മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ 2 സിറ്റുവേഷനിലും എന്താണ് നടക്കുന്നത്? നവോത്ഥാനം നടക്കും. അതായത് ഈ പറഞ്ഞ നടന്നുകൊണ്ടിരുന്ന ഒരു രീതിയെ മാറ്റി വേറെ ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ വേറെ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതാണ് എന്താണ്? നവോത്ഥാനം. പിടികിട്ടിയോ നവോത്ഥാനത്തിൻ്റെ അർത്ഥം? ഓക്കെ. റിന്യൂവൽ, കേട്ടോ. റിന്യൂവൽ എന്നോ റീബർത്ത് എന്നോ എന്നൊക്കെ നമുക്കതിനെ ഇംഗ്ലീഷിൽ പറയാം, കേട്ടോ. ഒന്നും കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ആ 2 വാക്കേ ഉള്ളൂ നമുക്ക് ആദ്യത്തെ ഈ ഇതിൽ നിന്ന് പഠിക്കാനായിട്ട്, കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പോൾ ആ ഒന്നാമത്തെ പേജ് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പാഠം 10ാം ക്ലാസ് കഴിയുന്നിടം വരെയും എന്ത് ചെയ്യാൻ പാടില്ല, നോക്കാൻ പാടില്ല. പകരം നമുക്ക് അതിൽ നിന്ന് വേണ്ടുന്ന 2 കാര്യം നമ്മൾ എടുത്തു, വിപ്ലവവും നവോത്ഥാനവും. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ നവോത്ഥാനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യനെ പ്രേരിപ്പിച്ചു. നവോത്ഥാനത്തിൻ്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിന് രൂപം നൽകി. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചു. അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ഇത് പ്രചോദനം നൽകി. ഈ എതിർപ്പുകൾ പല നാടുകളിലും ജനകീയ വിപ്ലവമായി വികസിച്ചു. അത്തരം ചില വിപ്ലവങ്ങളെയും അവയുടെ ഫലങ്ങളെയും ചർച്ച ചെയ്യാം. പിടികിട്ടിയോ അത്രയും വായിച്ചത്? നിങ്ങൾ ഈ ടെക്സ്റ്റൊക്കെ വായിക്കാറുണ്ടോ? ആരും വേണ്ടുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കാവോ? എന്നിട്ടെന്താ വേണ്ടാത്തേ? ഇടയ്ക്കിടയ്ക്ക് വായിക്കും. ഓക്കെ.
ജസ്റ്റ് ഒരു വട്ടം വായിച്ചു വിട്ടാൽ മതി, പിന്നെ നമ്മൾ ഈ പാഠം പഠിച്ചു തീർന്നു കേട്ടോ. അതായത് ഇവർ ഇതിനകത്ത് പറഞ്ഞു നിർത്തിയ ഒറ്റ ഇതേ ഉള്ളൂ, ഈ നവോത്ഥാനം എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത് ഈ പറയുന്ന സമൂഹത്തിൽ കുറച്ച് പേരായിരിക്കും, എണ്ണം കുറവായിരിക്കും അത്തരം ആൾക്കാർ. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. അങ്ങനെ സ്വാധീനിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് ഈ ഈ ഈ നവോത്ഥാന നായകന്മാർ പറഞ്ഞു കൊടുക്കും. പിടികിട്ടിയോ? അപ്പോൾ എന്ത് ചെയ്യും, ഈ ബാക്കിയുള്ള ഫോളോവേഴ്സ് എന്ത് ചെയ്യും, ഈ പ്രശ്നത്തിനെ ഇവർ പറയുന്ന രീതിയിൽ പരിഹരിക്കും. പിടികിട്ടിയോ? അപ്പോൾ ഈ നവോത്ഥാന നായകന്മാർ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് ശാസ്ത്രചിന്ത ഉപയോഗിക്കും കേട്ടോ. അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ചിന്ത, ശാസ്ത്രീയ ചിന്തകൾ. ഈ വാക്കുകളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നവോത്ഥാന നായകന്മാരുടെ ആയുധങ്ങളാണ് ശാസ്ത്രീയമായ ചിന്തകൾ, അല്ലെങ്കിൽ ശാസ്ത്രത്തിന് അധിഷ്ഠിതമായ ചിന്തകൾ, പിന്നെ യുക്തിപരമായ ആശയങ്ങൾ കേട്ടോ. യുക്തിപരം എന്ന് വെച്ചാൽ നമ്മുടെ ലോജിക്ക്. ഇപ്പോൾ ഒരു നദി, ആ നദി കുറുകെ കിടക്കണമെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്കൂടെ പാലം പണിഞ്ഞാൽ മതിയെന്ന്, അല്ലെങ്കിൽ ഒരു തോട്, ആ തോട്ടിൽ കൂടെ നല്ലവണ്ണം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അപ്പോൾ ഇക്കരയിൽ നിന്ന് അക്കരയിലോട്ട് പോകാൻ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു മേളിൽ കൂടെ ഒരു പാലം പണിയുക, അല്ലെങ്കിൽ ഒരു തടി കഷ്ണം എടുത്തിട്ട് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് പോകാം. സിമ്പിൾ അല്ലേ? അതല്ലെങ്കിൽ അവിടെ ഒരു ചങ്ങാടം പോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അത് തുഴഞ്ഞപ്പുറത്ത് പോകാം. അതൊക്കെയാണ് യുക്തിപരമായിട്ടുള്ള ചിന്ത. കിട്ടിയോ എന്താണ് യുക്തിപരം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? അപ്പോൾ അങ്ങനെയുള്ള പിന്നെ എന്താണ് അറിവുകൾ കേട്ടോ, അവർക്കുള്ള അറിവുകൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ നവോത്ഥാന നായകന്മാർ ബാക്കിയുള്ള അവരെ ഫോളോ ചെയ്യുന്ന ആളുകളിലേക്ക് പകർന്നു കൊടുക്കുന്നത്. ഇങ്ങനെ പകർന്നു കൊടുത്തിട്ട് ആ കാര്യങ്ങൾ വെച്ചിട്ട് ഇവിടെ നടക്കുന്ന പ്രോബ്ലത്തെ എന്ത് ചെയ്യും, പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കും. പിടികിട്ടിയോ? അതാണ് ഇതീ പറഞ്ഞു വെച്ചേക്കുന്നത്. ബോറടിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയത്തുള്ളൂ. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണമെങ്കിൽ നമുക്ക് പക്ഷേ പഠിക്കുന്നത് മാറ്റി കളിക്കാൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്ന് പഠിക്കുന്നുള്ളൂ. എന്താണ് വിപ്ലവം? അവിടെ വിപ്ലവം നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു നവോത്ഥാനം നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ശരിയല്ലേ? ആ രണ്ട് രീതിയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒന്നെങ്കിൽ ഒരു കോംപ്രമൈസിൻ്റെ രീതിയിൽ നവോത്ഥാനം നടക്കും, അതല്ലെങ്കിൽ ജയിക്കുന്ന ആൾക്കാരുടെ നവോത്ഥാനം നടത്തും. പിടികിട്ടിയാ? ആ നവോത്ഥാനം നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളാണ് ശാസ്ത്രീയമായ ചിന്തകൾ ഉപയോഗിക്കും, യുക്തിപരമായിട്ടുള്ള ആശയങ്ങൾ ഉപയോഗിക്കും, അല്ലേ, അഗാധമായിട്ടുള്ള അറിവുകൾ ഉപയോഗിക്കും കേട്ടോ. ഇത്രയും പഠിക്കുമോ? ഓക്കെ, ഞാൻ ഇത്രയേ പഠിക്കുന്നുള്ളേ ഈ പാഠത്തിൽ നിന്ന്. അതായത് വിപ്ലവം, അയ്യോ പോയാ, കാണാവോ സ്ക്രീൻ? ഓക്കെ, വിപ്ലവം എന്ന് പറയുന്ന ഈ എൻ്റെ ടെക്സ്റ്റിൻ്റെ ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ പാഠത്തിൽ നിന്ന് ഈ ഒറ്റ കാര്യം പഠിക്കാൻ പോകുന്നുള്ളേ. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന നിങ്ങൾ അങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. വിപ്ലവം എന്താണെന്ന് എനിക്ക് മനസ്സിലായി, നവോത്ഥാനം എന്താണെന്നും മനസ്സിലായി. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഗസ്സിങ് മാത്രമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇപ്പം സ്വാതന്ത്ര്യത്തിന് എന്തോ തടസ്സമുണ്ടായി. ആ സ്വാതന്ത്ര്യത്തെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ സമരം നടന്നു. പിടികിട്ടിയാ? ഇതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഓക്കെ, ഇനി അവിടെ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ ഈ അമേരിക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒന്നെങ്കിൽ അതിനകത്ത് തന്നെ ഉള്ള ആൾക്കാർ തമ്മിലുള്ള കലഹങ്ങളോ, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഏതെങ്കിലും രാജ്യത്തു നിന്നോ സ്ഥലത്തു നിന്നോ വന്നിട്ടുള്ള ആൾക്കാർ നടത്തിയ പ്രശ്നങ്ങളോ ആയിരിക്കണം. കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? അമേരിക്ക എന്ന് പറയുന്ന സ്ഥലത്തെ അവിടെ തന്നെയുള്ള ആൾക്കാർ പരസ്പരം കലഹിച്ചിട്ടുള്ളതോ, അതല്ലെങ്കിൽ പുറത്തുനിന്ന്
ഉം? ആ വേറെ രാജ്യത്തു നിന്നാവാം, അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ നിന്നാവാം. അവിടെ നിന്ന് ആളുകൾ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയതും ഉണ്ടാവാം. ആ ഇതിലേതോ ഒരു കാരണത്താലാണ് ഈ സ്വാതന്ത്ര്യ സമരം നടന്നത്. ആ ശരിയാണോ? ആ അങ്ങനെയാണെങ്കിൽ ആരാണ് നടത്തിയതെന്നും നോക്കാം. 18-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. അപ്പോൾ ആരായിരിക്കും പുറത്തുനിന്ന് വന്നവർ? യൂറോപ്പിലെ ആൾക്കാർ. ഉറപ്പല്ലേ ആരാ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത? യൂറോപ്പിലുള്ള ആൾക്കാർ. അപ്പോൾ അമേരിക്കയിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ യൂറോപ്പിലുള്ള ആൾക്കാർ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഇവർ പിന്നെ പറയുന്നത് എന്തുമായിരിക്കും? ആദ്യമൊക്കെ ഇവർ വരുന്ന സമയത്ത് ഇവരുമായിട്ടൊക്കെ എന്ത് ചെയ്യും? നല്ല കൂട്ടുകെട്ടിലൊക്കെ ഇങ്ങനെ പോകും. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവർ വന്നിട്ട് ഇവരെ അടിമകളാക്കാൻ നോക്കും. ഉറപ്പല്ലേ? അങ്ങനെ അടിമകളാക്കാൻ നോക്കുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? തിരിച്ച് പ്രതികരിക്കാൻ നോക്കും. അങ്ങനെ അവിടെ അടി നടക്കും. അതിനെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഞാൻ പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണോ? ഇനി ഇവരെന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്? യൂറോപ്പിൽ നിന്ന് കുറച്ച് പേര് ഇങ്ങോട്ട് വന്നിട്ട് ഇവർ പറയുവാണ് ഞങ്ങൾ പറയുന്ന പോലെയൊക്കെ നിങ്ങൾ ചെയ്യാവൂ. ഇനി ഞങ്ങൾ എന്തെങ്കിലും സാധനം കൊണ്ടുവരുവാണെങ്കിൽ ആ സാധനമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. വേറെ ഒരു കാര്യങ്ങൾ ഇവിടെ നടത്താൻ പാടില്ല. അഥവാ എന്തെങ്കിലും നടത്തുവാണെങ്കിൽ അത് ഞങ്ങളോട് ചോദിച്ചിട്ടേ പാടുള്ളൂ. ശരിയാണോ? ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞേ? ഇനി നിങ്ങൾ നിങ്ങളുടെ നോട്ട് വായിച്ചു നോക്കിക്കോ. ഞാൻ അമേരിക്കൻ സ്വാതന്ത്ര്യം പഠിച്ചു. ഞാൻ പറഞ്ഞതിനപ്പുറത്തേക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യം ഉണ്ടോ? പിന്നെ നിങ്ങൾ കുറേ വർഷങ്ങൾ പഠിക്കുമായിരിക്കും, അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ പേര് പഠിക്കുമായിരിക്കും, അവർ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുമായിരിക്കും. ശരിയാണോ? അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ആ ആൾക്കാരുടെ പേര് ഇങ്ങോട്ട് എഴുതി വെക്കും. എന്നിട്ട് ഞാനും പറയും ദേ ഇന്ന ഇന്ന ആൾക്കാർ ഇന്ന ഇന്ന കാര്യം പറഞ്ഞു ഈ സമരം നടന്നപ്പോൾ. അതേപോലെ വർഷങ്ങളുണ്ടെങ്കിൽ ആ വർഷങ്ങൾ ഞാൻ ഇങ്ങോട്ട് എഴുതി വെക്കും. എന്നിട്ട് പറയും ഈ വർഷത്തിലാണ് ഈ സംഭവം നടന്നത്. ഇതിനകത്ത് യൂറോപ്പിൽ ഒരുത്തൻ പിടിച്ചടിച്ചത് 1900 ഇന്ന വർഷത്തിലാണെന്ന് ഞാൻ പറയും. അപ്പോൾ അവിടെ വർഷമായി. കിട്ടിയാ? ഓക്കെ. അപ്പോൾ അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഈ വായിച്ച ഇത്രയും സാധനം വെച്ചിട്ട് എനിക്ക് അമേരിക്കൻ വിപ്ലവം പറയാൻ പറ്റും, ഫ്രഞ്ച് വിപ്ലവം പറയാൻ പറ്റും. പിന്നെ ഏതൊക്കെയാണ് വിപ്ലവങ്ങളുള്ള ഇതിൽ? പിന്നൊന്നുമില്ലേ? 2 വിപ്ലവങ്ങളേ ഉള്ളൂ ഇതിൽ. പേർഷ്യൻ വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം. അത്രേ ഉള്ളൂ. ഇതിനകത്തുണ്ട്. അതാണ്ട് ഈ സാധനമുണ്ട്. ഇത് മതി നമുക്ക്. ഈ പാഠം പഠിക്കാൻ ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവങ്ങൾ. അതാണ്ട് ഇത് കണ്ടോ? ഇത് വെച്ചിട്ട് നമുക്കിത് പഠിക്കാം. ഓക്കെ. അപ്പോൾ വിപ്ലവം എന്താണെന്നും നവോത്ഥാനം എന്താണെന്നും നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി ഒന്നാമത്തെ വിപ്ലവം പഠിക്കുന്നു, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇംഗ്ലണ്ടിൻ്റെ കോളനി വാഴ്ചയ്ക്കെതിരെയായിട്ടാണ് നടന്നത്. അപ്പോൾ ഉറപ്പാണ് ഇംഗ്ലണ്ട്, യൂറോപ്പിനെ നമുക്ക് ഇംഗ്ലണ്ടെന്നും വിളിക്കാം കേട്ടോ. യൂറോപ്പിനെ ഇംഗ്ലണ്ടെന്ന് വിളിക്കുന്നില്ല, യൂറോപ്പിലെ ആണ് ഇംഗ്ലണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് കൂടുതലും ആൾക്കാർ വന്നത്, യൂറോപ്യൻ രാജ്യമായതുകൊണ്ട്. ഓക്കെ. പിന്നെ അതിനകത്ത് നമ്മൾ ഹിൻ്റായിട്ട് അവർ പറഞ്ഞേക്കുന്നത് ജോർജ് വാഷിങ്ടൺ, തോമസ് ജെഫേഴ്സൺ, തോമസ് പെയിൻ, ഇത്രയും ആൾക്കാർ എന്തെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടാവാം, എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വിപ്ലവത്തെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ നിർത്തലാക്കാനോ അല്ലെങ്കിൽ സോൾവ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കാം അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക. അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പാഠം തീർക്കുവാണേ. വിപ്ലവം എന്താണെന്നറിയാം, നവോത്ഥാനം എന്താണെന്നറിയാം. ഒന്നാമതായിട്ട് പഠിക്കുന്ന ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അവിടെ എന്താണ് നടന്നത്? ഇംഗ്ലണ്ടുകാർ, അതായത് യൂറോപ്യൻകാർ എവിടെ വന്നു? അമേരിക്കയിൽ വന്നിട്ട് അവരോട് പറഞ്ഞു ഇനി മുതൽ ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിക്കുകയും ഞങ്ങൾ തരുന്നതൊക്കെ നിങ്ങൾ കഴിക്കുകയും ഞങ്ങളുടെ സാധനം വാങ്ങുകയും മാത്രമേ ചെയ്യാവുള്ളെന്ന് അമേരിക്കക്കാരോട് പറയുന്നു. അവർ പറയുന്നു അത് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ അവർ തമ്മിൽ എന്ത് നടക്കുന്നു? അടി നടക്കുന്നു. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിച്ചോ? അതിൻ്റെ ഒരു ഞാനൊരു
തോട്ടാണ് പറഞ്ഞിരുന്നത് കേട്ടോ. ആ അപ്പോൾ അത് തീർന്നേ. ഇത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടംപോലെ നോട്ട് എഴുതാം കേട്ടോ. കാണിച്ചു തരാം ഞാൻ ആ നോട്ടൊക്കെ എങ്ങനെ എഴുതുമെന്ന്. ഞാനാണെങ്കിൽ എങ്ങനെ എഴുതുമെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇനി അടുത്ത ഫ്രഞ്ച് വിപ്ലവം. ഒന്നാമത്തെ പഠിച്ചു കഴിഞ്ഞോ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്തുകൊണ്ടാണ് നടന്നതെന്നുള്ളത്? എവിടുന്ന ആൾക്കാർ വന്നേ? യൂറോപ്യൻ. യൂറോപ്യൻസ് അഥവാ ഇംഗ്ലണ്ടിലെ ആൾക്കാർ കേട്ടോ. ഓക്കെ, ഇനി ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം നടന്നത് എവിടെയായിരിക്കും? ഫ്രാൻസിൽ കേട്ടോ. ഫ്രഞ്ച് വിപ്ലവം നടന്നത് എവിടെയാണ്? ഫ്രാൻസിൽ. അത് ഓർത്ത് വെച്ചോണം. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് ഫ്രാൻസിലാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ആ പരിപാടി നടന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നെങ്കിൽ അതിനകത്ത് തന്നെ അടി നടന്നിട്ടുണ്ടാവാം. അതല്ലേ ഒരു റീസൺ ഞാൻ പറഞ്ഞേ അല്ലേ? ഒരു സ്ഥലം എടുത്തിട്ട് ഞാൻ ആദ്യം പറഞ്ഞ എന്തുവാ, ഇതിനകത്ത് തന്നെ ഉള്ള അടി നടക്കാം, അതല്ലെങ്കിലേ ഉള്ളൂ പുറത്തു നിന്ന് ആൾക്കാർ വന്ന് അടിയെടുത്തുള്ളൂ കേട്ടോ. അത് രണ്ട് സിറ്റുവേഷൻ ഓർത്തോണം. ഒന്ന് അകത്ത് അടി നടക്കാം, അതല്ലെങ്കിൽ പുറത്തു നിന്ന് ആൾ വന്ന് അടിക്കാം. ഇത് രണ്ടിലേതെങ്കിലും ഒരിക്കലല്ലേ നടന്നേ. അപ്പോൾ ഇവിടെ ഫ്രഞ്ച് വിപ്ലവത്തിനകത്ത് അതിനകത്ത് തന്നെ അടി നടന്നേ, പുറത്തുനിന്ന് ആരും വന്നില്ല. അതാണ് സ്വേച്ഛാധിപത്യം. സ്വേച്ഛാധിപത്യത്തിൻ്റെ അർത്ഥം എന്തുവാ? സ്വേച്ഛാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളായിരിക്കും ഭരിക്കുന്നത്, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും അവിടെ എല്ലാ കാര്യവും നടക്കണം എന്ന് പറയുന്നതാണ് സ്വേച്ഛാധിപത്യം. അത് തന്നെ, സോറി, ഏകാധിപത്യം. അപ്പോൾ സ്വേച്ഛാധിപത്യം എന്ത് വരുന്നു? ഞങ്ങളെ ഏകാധിപത്യം എന്നാ പഠിപ്പിച്ചേ. ഫ്രഞ്ച് വിപ്ലവം നടന്ന ഏകാധിപത്യമാണെന്നാണ് പഠിപ്പിച്ചേ. ഏകാധിപത്യല്ലേ രാജ്മേ? അപ്പോൾ ഈ സ്വേച്ഛാധിപത്യം തന്നെ ആയിരിക്കണം ഏകാധിപത്യം. അത് നിങ്ങളൊന്നും കൂടെ കൺഫേം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്. എന്താണ്, അവിടെ ഏതെങ്കിലും രാജാക്കന്മാരുണ്ടായിരുന്നായിരിക്കാം. അന്നത്തെ കാലത്തൊക്കെ രാജഭരണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. ഇപ്പോഴല്ലേ രാജഭരണമൊക്കെ മാറിയത്. അപ്പോൾ പണ്ടത്തെ രാജാക്കന്മാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ രാജ്യം ഭരിച്ചു. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാജ്യം ഭരിച്ചു. അവരുടെ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ചും വലിയ ശ്രദ്ധയൊന്നും കൊടുത്തിട്ടുണ്ടായിരിക്കത്തില്ല അല്ലേ. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. അങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആൾക്കാർ പരസ്പരം എന്ത് ചെയ്യും? പ്രതികരിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രതികരിച്ച് അവസാനം രാജാവിനെ എടുത്ത് തോട്ടിക്കളഞ്ഞു കാണും അല്ലേ. അതായിരിക്കാം, ഒന്നെങ്കിൽ കൊന്നു കാണും രാജാവിനെ. അതെനിക്കറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബാക്കി വായിച്ചില്ലല്ലോ. കൊന്നു. അപ്പോൾ ആരെ കൊന്നു, എന്തിനെ കൊന്നു എന്നൊക്കെയുള്ള കഥകൾ നിങ്ങൾ പറഞ്ഞു തരണം. ഞാൻ പറയുന്നത്, ഞാൻ ഈ പാഠം പഠിച്ചു, പൂർണ്ണമായും പഠിക്കുന്നത് തീർന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ബാക്കി എനിക്ക് വേണ്ടുന്ന കഥകളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, അതിനകത്തേക്ക് എനിക്ക് പോയിൻ്റായിട്ട് എനിക്ക് ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, വർഷങ്ങൾ പഠിക്കാം, ദാണ്ട് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ പേരുകൾ പഠിച്ചു വെക്കാം. പിന്നെ എന്തെങ്കിലും ഇവർ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളോ കഥകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. പക്ഷെ പഠിക്കാനുള്ളത് എനിക്ക് എന്തേ ഉള്ളൂ, അമേരിക്കൻ സ്വാതന്ത്ര്യം പഠിക്കാനുണ്ടായിരുന്നു, ഫ്രഞ്ച് വിപ്ലവം പഠിക്കാനുണ്ടായിരുന്നു. അത് രണ്ടും ഞാനിപ്പോൾ ഫ്രഞ്ച് വിപ്ലവം ഏകാധിപത്യം ഭരണം തന്നെയാ. ഓക്കെ. അപ്പോൾ അവിടെ ഒരു രാജാവ് ഉണ്ടാവും, ഏകാധിപതി. ആ രാജാവ് വരുത്തി വെച്ച കുറേ ദുഷിച്ച പ്രവർത്തികൾ കാരണമാണ് ആൾക്കാർ രാജാവിനും രാജഭരണത്തിനും എതിരെ പ്രതികരിച്ചിട്ടുണ്ടാവുക അല്ലേ. അതന്നെ, അവരുടെ ദൂർത്തിനെതിരെ. അപ്പോൾ ഈ നാട്ടുകാരുടെ കാര്യം ആരും നോക്കിയില്ല, രാജാവ് നോക്കിയില്ല. അപ്പോൾ ആ രാജാവിനെ എന്ത് ചെയ്യും? അവരവിടെ വാഴിക്കത്തില്ല. അങ്ങനെ നടന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ അത് രണ്ടും ഞാൻ കഴിഞ്ഞു. ഓക്കെ, അടുത്തത് ഇനി ലാറ്റിനം. അപ്പം നിങ്ങൾ വിചാരിക്കും, ഇനി ഫ്രഞ്ച് വിപ്ലവത്തിനെ കുറിച്ച് എനിക്കില്ല, അത് പഠിക്കാനില്ലേ, മറ്റേത് പഠിക്കാനില്ലേ, അങ്ങനെ പഠിക്കാനില്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് എഴുതാൻ പോകുന്നതെന്ന്. അടുത്തത് പഠിക്കാൻ പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ്. സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആധിപത്യത്തിനെതിരായി. അപ്പം നമ്മൾ പറഞ്ഞ ഇല്ലേ സംഭവമല്ലേ നടന്നേ. അതായത് ഞാൻ ഒന്ന് പറഞ്ഞത് എന്തുവാണ്, ഒരു സ്ഥലത്ത് പരസ്പരം ആളുകൾ തമ്മിൽ അടിയിടണം അല്ലേ, അകത്തടി നടക്കണം, അതല്ലെങ്കിൽ പുറത്തു നിന്നും ആൾ വരണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ലാറ്റിൻ അമേരിക്കയിൽ
എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് സ്പെയിനിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും ആൾ വന്നതാണോ അതോ അതിനകത്ത് തന്നെ നടന്ന അടിയാണോ അത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിടികിട്ടിയോ? അപ്പോൾ അവർ വന്നോ ഈ ഇംഗ്ലണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് ആൾക്കാർ വന്നിട്ട് അവിടെ അവരുടെ നിയമങ്ങളൊക്കെ നടപ്പിലാക്കാൻ നോക്കിയപ്പോഴാണ് അമേരിക്കൻ സ്വാതന്ത്ര്യം നടന്നത്. അതേപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ നടന്നത് എങ്ങനെയാണ്? സ്പെയിനിൻ്റെയും പോർച്ചുഗലിൽ നിന്നും ആൾക്കാരെത്തി അല്ലേ? ആൾക്കാരെത്തിയിട്ട് അവിടെ എന്ത് ചെയ്തു? അവരുടെ നിയന്ത്രണങ്ങളിൽ കൊണ്ടുവരാൻ നോക്കി. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? വഴക്ക് നടന്നു. അതിനാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ 3 വിപ്ലവം പഠിച്ചു. ഏതൊക്കെയാ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിച്ചു, ഫ്രഞ്ച് വിപ്ലവം പഠിച്ചു, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം പഠിച്ചു. ഈ അമേരിക്കൻ വിപ്ലവത്തിലേക്ക് ആരാണ്? അകത്താണോ അടി നടന്നത്, പുറത്താണോ അടി നടന്നേ? പുറത്തു നിന്നുള്ളവർ വന്നത് കൊണ്ടല്ലേ അകത്തടി നടന്നേ അല്ലേ? അപ്പം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിക്കേണ്ടത് പുറത്തു നിന്ന് ആള് വന്നു. ആ പുറത്തു നിന്ന് ആരാ വന്നേ? ഇംഗ്ലണ്ടിൽ നിന്ന് അല്ലെങ്കിൽ യൂറോപ്യൻകാരാണ് വന്നത്. ഇനി ഫ്രഞ്ച് വിപ്ലവം എടുത്താൽ അകത്താണോ അടി നടന്നത്, പുറത്താണോ അടി നടന്നേ? ഫ്രഞ്ച് വിപ്ലവം രാജാവ് അകത്തുള്ള ആളല്ലേ, പുറത്തെ രാജാവല്ലല്ലോ വന്നേ അല്ലേ? ഫ്രാൻസിൽ തന്നെയുള്ള മറ്റേ ലൂയിയോ അല്ലേ, ലൂയി 14 16 ആരാണ്ടാണ് അവിടുത്തെ രാജാവ്? ലൂയി 14. അതൊക്കെ ഇപ്പൊ നോക്കുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ, കുറെ രാജാക്കന്മാരുണ്ട്. അവരൊരു സീരീസ് ആണ് ലൂയി 14. അതവരുടെ പേര്, അവരുടെ ലൂയി 14 15 അങ്ങനെ എന്തൊക്കെയുണ്ട് അവരുടെ സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ അവരിൽ ഏതോ ഒരാളാണ്. കുറേ കഥകളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ആ ഒരു ഓർമ്മ വെച്ച് ഞാൻ പറഞ്ഞു കേട്ടോ. ഇത് സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാമെന്നുള്ളതാണ് ഞാനീ പറയുന്നത് കേട്ടോ. ഞാനാണെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യം പുറത്തു നിന്ന് ആൾ വന്നു, പുറത്തു നിന്ന് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ യൂറോപ്യൻകാർ വന്ന് അടിയുണ്ടാക്കി. ഫ്രഞ്ച് വിപ്ലവം അതിനകത്ത് രാജാവിനെതിരെ അടിയുണ്ടാക്കി. അതാണ് സ്വേച്ഛാധിപത്യം അല്ലെങ്കിൽ ഏകാധിപതിയായിരുന്നു രാജാവ്. അയാളുടെ ദൂർത്ത് കാരണമാണ് ബാക്കിയുള്ള ജനങ്ങൾ അയാളെ എടുത്തിട്ട് ഇടിച്ചത്. ഇനി ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം നടന്നത് സ്പെയിനും പോർച്ചുഗലിൽ നിന്നും ആൾക്കാർ വന്നിട്ട് അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ നോക്കി. അപ്പോൾ അവിടെ അടി നടന്നു. ഓക്കെ അല്ലേ? 3 വിപ്ലവം പിടികിട്ടിയോ? ഓക്കെ, അടുത്ത റഷ്യൻ വിപ്ലവമാണ്. ഇവിടെയും റഷ്യൻ വിപ്ലവത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അകത്താണോ അടി നടന്നത്, പുറത്തു നിന്ന് ആൾ വന്നാണോ അടി നടന്നത്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും. അപ്പോൾ രാജവാഴ്ച എന്ന് പറഞ്ഞാൽ റഷ്യക്കകത്ത് തന്നെ രാജാവ് ഉണ്ട്. ആ രാജാവാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് 2 വിപ്ലവങ്ങൾ അകത്തടി നടന്നു, 2 വിപ്ലവങ്ങൾ പുറത്തു നിന്ന് ആൾക്കാർ വന്ന് അടിയിട്ടു. ശരിയല്ലേ? അകത്തടി നടന്ന ഏതൊക്കെ വിപ്ലവമുണ്ട്? ഫ്രഞ്ച് വിപ്ലവവും റഷ്യൻ വിപ്ലവവും. അവിടെ രണ്ടും രാജാക്കന്മാരായിരുന്നു. ശരിയല്ലേ? ഓക്കെ, ബാക്കിയുള്ള 3 വിപ്ലവത്തിലും, അതായത് ചൈനീസ് വിപ്ലവം കൂടെ നോക്കിയേ, വിദേശാധിപത്യം എന്നാണ് പറഞ്ഞത്. അപ്പം പുറത്തു നിന്ന് ആൾ വന്നു. അവിടെ ചൈനീസ് വിപ്ലവത്തിൽ 2 ഉണ്ട് കേട്ടോ. അതുകൊണ്ടോ വിദേശാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥിതിക്കും മഞ്ജു രാജവാഴ്ചയ്ക്കെതിരായും. അപ്പം 2ഉം കൂടെ ചേർന്നതാണ് ചൈനീസ് വിപ്ലവം. ക്ലിയർ ആണോ? ഇനി നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് നോക്കി. നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. പുസ്തകം അടച്ചു വെച്ച് നോക്കൂ. വിപ്ലവം എന്താണെന്ന് നമുക്കറിയാം കേട്ടോ, തുറന്നു വെച്ചിട്ട് കാര്യമില്ലേ. വിപ്ലവം എന്താണെന്നറിയാം, നവോത്ഥാനം എന്താണെന്നറിയാം. വിപ്ലവം നടന്നാലേ അവിടെ നിന്ന് നടക്കത്തുള്ളൂ, നവോത്ഥാനം നടക്കാനുള്ള ചാൻസ് കൂടുതലുള്ളൂ. മീൻസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ലേ പുതിയ പുതിയ ആൾക്കാർ വന്നിട്ട് നിങ്ങളിങ്ങനെ ചെയ്താൽ പോരാ അങ്ങനെ എന്നൊക്കെ പറയത്തുള്ളൂ. അല്ലേ നന്നായിട്ട് പോകുന്നിടത്ത് ഒരിടത്ത് വന്നിട്ട് നവോത്ഥാനം നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ വിപ്ലവം നടന്നെങ്കിൽ അവിടെ നിന്ന് നടക്കാം, നവോത്ഥാനം നടക്കാം. ഇനി നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്ന വിപ്ലവങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് അമേരിക്കൻ വിപ്ലവം അല്ലേ, പിന്നെ പഠിച്ചത് ഫ്രഞ്ച് വിപ്ലവം, പിന്നെ പഠിച്ചത് റഷ്യൻ വിപ്ലവം അല്ലേ, അല്ല ഫ്രഞ്ച് പിന്നെ പഠിച്ചത് നമ്മൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. അപ്പോൾ അമേരിക്ക തന്നെ 2 വട്ടമുണ്ട് അല്ലേ, അങ്ങനെ ഒന്ന് ഓർത്തിരിക്കാം. ലാറ്റിൻ അമേരിക്ക, ലാറ്റിൻ അമേരിക്ക, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം. ശരിയല്ലേ? പിന്നുള്ളത് ചൈനീസ് ആണ്. ഇത് 2ഉം കൂടെ ചേർന്നിട്ടുള്ള വിപ്ലവം.
അല്ലേ? അതെങ്ങനെയാണെന്ന് നോക്കാം. അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും നടന്നത് പുറത്തുനിന്ന് വന്ന ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കി. ഫ്രഞ്ച് വിപ്ലവത്തിലും റഷ്യൻ വിപ്ലവത്തിലും രാജാവായിരുന്നു പ്രശ്നക്കാരൻ, അതായത് അകത്ത് നടന്ന പ്രശ്നം. ശരിയല്ലേ? ഇനി ചൈനീസ് വിപ്ലവം എന്താണെന്ന് ചോദിച്ചാൽ പുറത്തുനിന്നും ആൾ വന്നു, രാജാവിൻ്റെയും പ്രശ്നം ഉണ്ടായിരുന്നു. പഠിച്ചു തീർന്നോ? ക്ലിയർ ആണോ? അപ്പോൾ എത്ര വിപ്ലവങ്ങൾ നിങ്ങൾ പഠിച്ചു? 6? 5. ആകെ 5 വിപ്ലവമേ ഉള്ളൂ. ഒന്ന് അമേരിക്കൻ ഒന്ന് അമേരിക്കൻ വിപ്ലവം, പിന്നെ ഒന്ന് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, പിന്നെ ഫ്രഞ്ച് വിപ്ലവം, പിന്നെ റഷ്യൻ വിപ്ലവം, അവസാനം ചൈനീസ് വിപ്ലവം. ക്ലിയർ ആണോ? പാഠം ഫുള്ള് തീർന്നോ? ഓക്കെ. ഇനി നമുക്ക് ഈ അമേരിക്കൻ വിപ്ലവത്തിനകത്തും ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിനകത്തും ചൈനീസ് വിപ്ലവത്തിനകത്തും കണ്ട് ഇവിടെ കുറേ സാറന്മാരുടെ പേര് എഴുതി വെച്ചിട്ടില്ലേ? അവരെന്തൊക്കെയാ ചെയ്തതെന്നും കൂടെ വായിച്ചു നോക്കണം. അത് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൂട്ടിച്ചേർക്കാം. ഇനി അതല്ലാതെ ഈ വിപ്ലവത്തോടനുബന്ധിച്ച് വേറെ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൂട്ടിച്ചേർക്കാം. ബേസിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്തു? പാഠം പഠിച്ചു തീർന്നു കേട്ടോ. ഇത്ര ഈ പറയുന്ന വിപ്ലവം എന്താണെന്നും നവോത്ഥാനം എന്താണെന്നും അതിനകത്ത് നടന്ന 5 വിപ്ലവങ്ങളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ബേസിക് ആയിട്ടുള്ള പാഠം തീർന്നു. മനസ്സിലായോ? ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, അമേരിക്കൻ വിപ്ലവം എന്തായിരുന്നു? ഇപ്പം നമ്മൾ പഠിച്ച കാര്യം വെച്ച് പറഞ്ഞാൽ മതി. അമേരിക്കൻ വിപ്ലവം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള ആ ഒരു സ്ഥലത്തേക്ക് യൂറോപ്പിൽ നിന്നും കുറച്ച് ആൾക്കാർ, അല്ലേ, അതിനെ അധിനിവേശ ശക്തികളെന്നോ അല്ലെങ്കിൽ വിദേശികളെന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് യൂറോപ്പിൽ നിന്നും ആൾക്കാർ അല്ലെങ്കിൽ വിദേശികളായിട്ടുള്ള യൂറോപ്യന്മാർ വരികയും അവിടെ അവരുടെ നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ ജനതയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതിനെതിരെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കൻ ജനത നടത്തിയ പോരാട്ടമായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ശരിയാണോ? അതെ. അതേപോലെ ലാറ്റിൻ അമേരിക്കയിലും വിദേശികളായിട്ടുള്ള ആൾക്കാരാണ് വന്നത്. അതേതൊക്കെ രാജ്യക്കാരാ? സ്പെയിനും പോർച്ചുഗലുമാണ് പറഞ്ഞേക്കുന്നത്. പിടികിട്ടിയാ? അപ്പോൾ സ്പെയിനിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും ആൾക്കാർ ലാറ്റിൻ അമേരിക്കയിൽ വരുന്നു. എന്നിട്ട് അവരുടെ ആശയങ്ങൾ അവിടെ നടപ്പിലാക്കാൻ നോക്കുന്നു. അത് ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ ജനത നിഷേധിക്കുന്നു. അവരുടെ സ്വാതന്ത്ര്യത്തിനെതിരെയാണ് അത്തരം കടന്നുകയറ്റം ഉണ്ടായത്. അപ്പോൾ അതിനെതിരെ അവർ പ്രതികരിച്ചതാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് വഴിതെളിച്ചത്. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് വന്നാൽ അവിടെ ഏകാധിപത്യ രാജവാഴ്ചയായിരുന്നു. രാജാവ് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ആ രാജ്യത്തിലെ എല്ലാ വിഭവങ്ങളും അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. അത് മറ്റുള്ള ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കി, അല്ലേ? പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയിട്ടാണ് സാധാരണ ജനങ്ങൾ ജീവിച്ചിരുന്നത്. അപ്പോൾ രാജാവിൻ്റെ ഈ ധൂർത്തിനെതിരെ ആ ആൾക്കാർ നടത്തിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ഇതേപോലെ തന്നെയാണ് റഷ്യൻ വിപ്ലവം. റഷ്യയിലെ രാജവാഴ്ചയ്ക്കെതിരെയും എന്ത് നടത്തി? രാജാവിൻ്റെ ജനങ്ങളോടുള്ള സമീപനം ദുസ്സഹമായതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. ക്ലിയർ ആണോ? ഇനി ചൈനീസ് വിപ്ലവം എന്ന് പറഞ്ഞാൽ വിദേശികളായ ആൾക്കാരുടെയും അവിടുത്തെ രാജാവ്, മഞ്ചു രാജാവ് എന്നാണ് അവിടെ പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ മഞ്ചു രാജവാഴ്ചയ്ക്കും എതിരെ ചൈനീസ് ജനങ്ങൾ നടത്തിയ സ്വാതന്ത്ര്യ സമരമായിരുന്നു ചൈനീസ് വിപ്ലവത്തിലേക്ക് കലാശിച്ചത്. പഠിച്ചോ? 5 വിപ്ലവം പഠിച്ചോ? ഓക്കെ ആണോ? ഇത് ഓക്കെ ആക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇതിനകത്ത് കൂടുതൽ പോയിന്റുകൾ ആഡ് ചെയ്തുകൊണ്ട് ഇതിനെ കുറച്ചും കൂടെ മികച്ച ഒരു ആൻസറാക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. തീർന്നോ? ഇന്നത്തെ ചാപ്റ്റർ തീർന്നോ? ഓക്കെ. ഇനി ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ആൻസർ പറയൂ. എന്താണ് വിപ്ലവം എന്ന് പറയണം, എന്താണ് നവോത്ഥാനം എന്ന് പറയണം, എന്താണ് അമേരിക്കൻ വിപ്ലവം, എന്താണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, എന്താണ് ഫ്രഞ്ച് വിപ്ലവം, എന്താണ് റഷ്യൻ വിപ്ലവം, എന്താണ് ചൈനീസ് വിപ്ലവം. നിങ്ങൾക്കറിയാവുന്ന പോയിന്റുകളും കൂടി ഇപ്പം
ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റുകൾ കൂടാതെ നിങ്ങൾക്കറിയാവുന്ന പോയിന്റുകളും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു രീതിയിൽ ഈ വിപ്ലവത്തെ ചുരുക്കിയ സമയം കൊണ്ട് പറയണം കേട്ടോ. റെഡിയാണോ? ഉറക്കം വരുന്നുണ്ടോ? പോയോ എല്ലാവരും? ഇല്ല, പറഞ്ഞോ. പേടിയുണ്ടോ? പേടിക്കൊന്നും വേണ്ട, തെറ്റുന്നത് തെറ്റിക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. തുടങ്ങാം. ഞാൻ ഹെൽപ്പ് ചെയ്യാന്നേ പറയുന്നത്, നിങ്ങൾ തന്നെ മുന്നോട്ട്. ആദ്യം ആര് പറയും? പോയാ? ആരും പറയത്തില്ലേ? അമ്മു പറയാമോ? എന്താണ് വിപ്ലവം? അമ്മുവിന് മനസ്സിലായ വിപ്ലവം എന്താണ്? നോട്ടൊന്നും എടുത്ത് വെച്ച് പറയണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായത് മാത്രം പറഞ്ഞാൽ മതി. പറയാമോ വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ? വിപ്ലവം എന്ന് പറയുന്നത് ആദ്യകാലം. ഇത്രയൊന്നും പോണ്ട, വെറും സിമ്പിളായിട്ട് ഒരു സ്ഥലത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അല്ലേ? അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ? ആ ആൾക്കാരുടെ സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് ഒന്നെങ്കിൽ ആ സ്ഥലത്ത് തന്നെയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഉള്ള വന്ന ആൾക്കാരുടെയോ എന്താണ് വന്നതിൻ്റെയോ അടിസ്ഥാനത്തിൽ നടന്ന അസ്വാതന്ത്ര്യത്തിനെതിരെ നടത്തിയതാണ് വിപ്ലവം. പിടികിട്ടിയോ? ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ താമസിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വിഘ്നം വരുത്തുന്ന രീതിയിലോ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു പ്രതികരിക്കും. ആ പ്രതികരണമാണ് വിപ്ലവത്തിലേക്ക് കലാശിക്കുന്നത്. പിടികിട്ടിയോ വിപ്ലവം എന്താന്ന്? അപ്പോഴാണ് നിങ്ങൾ പഠിച്ച ഈ എന്താണ് പറഞ്ഞ നോട്ട്സൊക്കെ അതിൽ വരുന്ന സ്വാതന്ത്ര്യത്തിനെതിരെ, അനീതിക്കെതിരെ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ പിന്നീട് നമുക്ക് ഉപയോഗിക്കാം. ഞാനിത് സിമ്പിളായിട്ട് മനസ്സിലാവാനാണ് ഇതെടുത്തത്. എന്നിട്ട് നമുക്ക് ഇതിനകത്തുള്ള വാക്കുകളും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. നോക്കൂ, ഇവിടെ എഴുതി വെച്ചേക്കുന്നത് എന്താണ്? സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നിട്ടുള്ള സമരങ്ങളെയാണ് വിപ്ലവം എന്ന് വിളിച്ചത്. അത് തന്നെയാണല്ലോ ഞാൻ ഈ പറഞ്ഞത്. നമ്മളിവിടെ താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും എതിരായിട്ട് ഒന്നെങ്കിൽ ഇതിനകത്തുള്ള ആൾക്കാരോ പുറത്തുനിന്ന് വന്ന ശക്തികളോ എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്വാതന്ത്ര്യത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ നമ്മൾ നടത്തുന്ന സമരമുറകളെ വിളിക്കുന്ന പേരാണെന്തോന്ന്? വിപ്ലവം. കിട്ടിയോ ബാക്കിയുള്ളവർക്കും? ഡെലോനിയും ആനും ഒക്കെ പോയാ? ഉണ്ട്. പിന്നെ ആരാ പോയത്? അവള് പോയി. ഓക്കെ ഓക്കെ. എന്ത് പറ്റി? ചോദിക്കണം കേട്ടോ, അല്ലെങ്കിൽ പോകുമ്പോൾ പറഞ്ഞിട്ട് പോണേ. അല്ല ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, എന്തായാലും ബാക്കി നമുക്ക് നാളെ എടുക്കാം. എന്തായാലും ഒരാൾ പോയ സ്ഥിതിക്ക് കേട്ടോ, സമയത്തിലായില്ലേ? പറഞ്ഞോ. എന്തോ? അവള് പോയിട്ട് കൊറേ നേരമായി. അയ്യോ, ഞാൻ കണ്ടില്ല. അവള് 9:30 പോയതാ. ഓ ശരി ശരി ശരി. എന്തായാലും നോക്കുക. എന്തായാലും നിങ്ങൾ പോകുമ്പോൾ പറയണ്ട കേട്ടോ. അത്തരം നമ്മൾ മര്യാദകൾ കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ പറയാൻ വന്നേ? പിന്നെ ഈ ക്ലാസ് യൂട്യൂബിൽ ഇട്ടേക്കണം. എനിക്ക് ആദ്യത്തെ ഭാഗം ക്ലിയർ ആയിട്ട്. ഏത് ഭാഗമാ? ആദ്യം ഫസ്റ്റ് പഠിപ്പിച്ച ഭാഗം പറയുന്നത് ക്ലിയർ ആവാത്തോണ്ട് ലക്ഷ്മണ സാന്ദർഭികല്ലേ? ഓ, ലക്ഷ്മണ സാന്ദർഭികം ഇന്ന് നമ്മൾ പറഞ്ഞോ? അതെ, ആദ്യം പറഞ്ഞേക്കില്ലേ? ആണോ? ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ. ഓ ഇട്ടേക്കാം. അപ്പോൾ ഓക്കെ എന്നാ. അങ്ങനെ തിങ്കളാഴ്ച. അല്ല, കുറച്ചുകൂടെ നേരത്തെ ക്ലാസ് വെക്കാൻ പറ്റുമോ? കുറച്ചും കൂടെ നേരത്തെ എത്ര മണി വെക്കണം? അത് രാകൃഷ്ണയുടെ ഇരുന്ന് നോക്കിട്ട് വെച്ചാ മതി.
ഞാൻ മാക്സിമം ശ്രമിക്കാം, 8 മണിയാക്കാൻ നോക്കാം. ആ അതിനും നേരത്തെ എന്നുള്ളത് ഞാൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് നോക്കാം. നമുക്കിപ്പോൾ 8:30 ഞാൻ വെച്ചിരുന്നത്, നമുക്കത് 8 മണിയിലേക്ക് മാറ്റാം. ആ എന്നിട്ട് പിന്നെ എനിക്ക് അതിന് മുമ്പേ സമയം കിട്ടുവാണെങ്കിൽ 7:30 അങ്ങനെ കൊണ്ടുപോകാം വേണേ. ഓക്കെ. ആ അപ്പോൾ നമുക്ക് ഓക്കെ. അങ്ങനെ അന്നന്ന് സ്കൂളിൽ പഠിക്കുന്നതോ പഠിപ്പിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം അന്നന്ന് പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം. ഇത് സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ഞാനിത് അങ്ങനെ പറഞ്ഞത് കേട്ടോ. സ്കൂളിൽ ഇത് ഒറ്റ ദിവസം കൊണ്ട് നമുക്കിത് പഠിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചാൽ ബാക്കിയുള്ള ദിവസങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം, നിങ്ങൾ ഇന്ന് നമുക്ക് ഈ സംഭവം ഈ ചാപ്റ്റർ പഠിച്ച് തീർന്നാൽ ഇതിനകത്തുനിന്ന് ഏത് ചോദ്യത്തിനും ഉത്തരം എഴുതാം. ഓക്കെ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ബാക്കി സമയം നമുക്ക് പാടാനും ആടാനും ഒക്കെ സമയം കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ അതായത് ഒരു ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക, നമുക്ക് മത്സരങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക. അപ്പോൾ നമ്മൾ പഠിക്കുകയും ചെയ്യും, ആ പഠിച്ച സാധനം വെച്ചിട്ടുള്ള മത്സരങ്ങളും ചെയ്യും. പിടിയോ? ഓക്കെ. അപ്പോൾ ഞാൻ ഈ ലക്ഷ്മണ സാധനം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് മത്സരം പറഞ്ഞത്. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ ആ ലക്ഷ്മണ സാധനത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ടുള്ളതും അതിൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ടുള്ളതും. അപ്പോൾ അത് കാണുക, പഠിക്കുക. സ്കൂളിൽ നിന്നും നിങ്ങൾ പഠിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ആസ്വാദനക്കുറിപ്പ് നിങ്ങളുടേതായിട്ടുള്ള സ്കൂളിൽ ആസ്വാദനക്കുറിപ്പ് എഴുതി വെക്കരുത്. എനിക്ക് വേണ്ടത് നിങ്ങൾ ഇപ്പം നമ്മൾ ആ ലക്ഷ്മണ സാധനം വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആ യൂട്യൂബിൽ തന്നെ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല അതിനകത്തുള്ള വാക്കുകൾ. പിന്നെ അതേപോലെ നിങ്ങൾക്കും രാകൃഷ്ണയ്ക്കും ആ വാക്കുകളൊന്നും മനസ്സിലായില്ല എന്നതിൽ പറയുന്നുണ്ട്. പിടികിട്ടി? അപ്പം നമുക്കും മനസ്സിലാകാത്ത ഒരു സാധനം എങ്ങനെയാണ് നമ്മൾ ആസ്വദിച്ച് പറയുക, അല്ലേ? അങ്ങനെ പറയാൻ പറ്റത്തില്ല നമുക്കത് മനസ്സിലായില്ല എന്നേ പറയാനൊക്കത്തുള്ളൂ. അപ്പോൾ അതേസമയം നമ്മൾ പിന്നെ ചെയ്ത് എന്താണ്, അതിനകത്തുള്ള ടീച്ചർ പറഞ്ഞു തന്ന കഥകളും നമ്മളെവിടെയെങ്കിലുമൊക്കെ വായിച്ച കഥകളും മറ്റാരെങ്കിലുമൊക്കെ പറഞ്ഞ കഥകളും കൂടെ ഒക്കെ വെച്ചിട്ട് ആ കഥയിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നത്. ആ രീതിയായിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എങ്കിലേ നമുക്ക് ഈ പാഠം അല്ലാതെ മറ്റെന്ത് കാര്യത്തിനെ കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ ആവേശം സിനിമ ആസ്വാദനക്കുറിപ്പിൻ്റെ കാര്യം പറഞ്ഞത്. ആവേശം സിനിമയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതാം. എനിക്ക് ഇന്ന ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭഗതിനെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് കൂട്ടേട്ടനെ ഇഷ്ടപ്പെട്ടു എന്നുള്ള, അംബാനെ ഇഷ്ടപ്പെട്ടു, അംബാനെ ശ്രദ്ധിക്ക് എന്ന് പറയുന്ന ഡയലോഗ് എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന ഗാനം എന്താണ്, എൻ്റെ ഈ ആസ്വാദനത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ചു പോയി, അതിപ്പോഴും മനസ്സിൽ പാടി നടക്കുന്നു, അല്ലേ? അതിൻ്റെ ഈണം എൻ്റെ വിരലുകളിൽ ഒരു താളം സൃഷ്ടിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക് എന്തെഴുതാൻ പറ്റും, ആവേശ സിനിമയെക്കുറിച്ച് എഴുതാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ആസ്വാദനക്കുറിപ്പിനൊരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചർ മനസ്സിലുണ്ടെങ്കിൽ എന്നോട് ഏത് പാഠം ചോദിച്ചാലും ഞാൻ ആസ്വാദനക്കുറിപ്പ് പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് ഒറ്റ കാര്യം പഠിച്ചാൽ പോരെ എല്ലാ പാഠവും തീർക്കാൻ? ആ രീതിയാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തത്. എനിക്ക് ഒറ്റ സാധനം പഠിച്ചാൽ മതി. വിപ്ലവവും നവോത്ഥാനവും പഠിച്ചാൽ അമേരിക്കൻ വിപ്ലവവും എഴുതാം, ലാറ്റിൻ അമേരിക്കനും എഴുതാം, ഫ്രഞ്ചും എഴുതാം, റഷ്യനും എഴുതാം, ചൈനീസും എഴുതാം. എനിക്കിപ്പോൾ ഇതെല്ലാം ഓർമ്മയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കേട്ടോ? അത് നോട്ടായിട്ട് നിങ്ങൾ എഴുതി വെച്ചേക്കുക. ഈ സാധനം ഉണ്ടല്ലോ, എഴുതേണ്ട ആവശ്യമില്ല. എഴുതി വെറുതെ സമയം കളയല്ലേ, നമുക്ക് വേറെ എന്തെല്ലാം കാര്യം ചെയ്യാനുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ താണ്ട ഈ പാഠം കണ്ടോ, എന്തേ നമ്മൾ അവസാനം വന്നപ്പോൾ ഒരു സാധനം, ഇപ്പോൾ നമ്മൾ അവസാനം നോക്കിക്കൊണ്ടിരുന്നില്ല, താണ്ടിത് ഈ സാധനം അങ്ങ് പഠിച്ചാൽ മതി, ഈ പാഠം തീരും. എന്നിട്ട് നിങ്ങൾ ഇതിനകത്തുനിന്ന് നിങ്ങളിനി എന്ത് ചോദ്യം വേണേലും എന്നോട് ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് താണ്ട് ഈ കാലഘട്ടം, നേതാക്കൾ, പ്രധാന ഈ കോളം കണ്ടോ, ഈ കോളം ഫില്ല് ചെയ്യാനുള്ള സാധനം കൂടെ ഞാൻ എടുക്കും. ഓക്കെ. ഈ സാധനം കൂടെ ഫില്ല് ചെയ്യാനുള്ള സാധനം ഞാൻ എടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിനകത്തുള്ള ആൾക്കാരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അവിടെ നടന്ന വർഷങ്ങൾ, ഇതുമായിട്ട് എന്തെങ്കിലും നടന്ന സംഭവങ്ങൾ, അതും കൂടെ ഒക്കെ ഞാൻ ചേർത്ത് കഴിയുമ്പോൾ ഇത് ഞാൻ നല്ല ഉറത്തേക്ക് ഞാൻ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ ഇതിൽ നിന്ന് പറഞ്ഞുതരാം.
ആ ഓക്കെ. ഓക്കെ.